الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم رحم الله والدا أعان ولده على بره يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم. ആദരണീയനായ ബഹുമാനപ്പെട്ട മുദരിസ് അബ്ദുൽ കരീം ദാരിമി അവർകളെ, ബഹുമാനപ്പെട്ട കെ അബ്ദുറഹ്മാൻ ഹാജി, ബഹുമാന്യനായ ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട മൊയ്തു ഫൈലി, അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമാസത്തിന്റെ പുണ്യ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, നമ്മുടെ പരിസരത്ത് മറവട്ട് കിടക്കുന്ന ആളുകൾ, അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ സദുദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, സമയം ഇന്ന് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ ബാധ്യതകൾ എന്നാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം. ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ഒരാൾ വിവാഹിതനായി വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളുണ്ടാകുന്നില്ലെങ്കിൽ
ആ ദമ്പതികളുടെ മനോവേദന വളരെ വലുതാണ്. മാത്രമല്ല അവരുടെ ജീവിതത്തിന് തന്നെ അർത്ഥം നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നാറുണ്ട്. നല്ല അടിയുറച്ച ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരവസ്ഥ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ചില ആളുകൾക്ക് മക്കളെ കൊടുത്തുകൊണ്ടും ചില ആളുകൾക്ക് മക്കളെ കൊടുക്കാതെയും അല്ലാഹു പരീക്ഷിക്കാറുണ്ട്. വിശ്വാസം കൊണ്ട് മാത്രമേ അത്തരം ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. മക്കളില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ദമ്പതികൾ പൊതുവെ വളരെ അസ്വസ്ഥതയും വളരെ പ്രയാസം അനുഭവിക്കുന്നവരുമാണ്. മാത്രമല്ല കൃത്യമായി ജോലിക്ക് പോവാനോ സമ്പാദ്യമുണ്ടാക്കുവാനോ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ പലപ്പോഴും അവർക്ക് പ്രയാസം അനുഭവപ്പെടും. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം എപ്പോഴും അവർ അലട്ടുന്നുണ്ടാകും. മാത്രമല്ല ഇനി ആരെങ്കിലും കെട്ടിമറഞ്ഞു ജോലി ചെയ്യുന്നത് കണ്ടാൽ നമ്മളെ പോലുള്ള ആളുകൾ ചോദിക്കും, നീ ആർക്ക് വേണ്ടിയായി സമ്പാദിക്കുന്നത്, എന്തിനാ ഇതൊക്കെ, ആർക്കാണ് ഈ കഷ്ടപ്പെടുന്നത്? ഈ ചോദ്യവും അവരെ സംബന്ധിച്ചിടത്തോളം അവരഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് മക്കളെ കിട്ടിയിട്ടുള്ള ആളുകൾ വലിയ സൗഭാഗ്യവാന്മാരാണ്. ആ സൗഭാഗ്യം നിലനിൽക്കണമെങ്കിൽ ആ മക്കൾ നന്നാവണം, മക്കൾ സ്വാലിഹീങ്ങളാവണം. ഈ മക്കൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ, ഈ അടുത്ത ദിവസം നമ്മൾ പേപ്പറിൽ വായിച്ചൊരു വാർത്ത, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ തന്റെ മകനെ തന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് കത്തി കൊണ്ട് കഴുത്തിന് വെട്ടി. സ്വന്തം പിതാവ് മകനെ ആ വെട്ടേറ്റുകൊണ്ട് മകൻ ഇറങ്ങി ഓടി. ഓടുന്ന സന്ദർഭത്തിൽ പിതാവ് വിട്ടില്ല. പിതാവ് അവന്റെ കൂടെ തന്നെ ഓടി 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 ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ വെച്ച് അവനെ കിട്ടി വെട്ടി നുറുക്കിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. ഒരു പിതാവ് ഒരു മകനെ ആ വിധം ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തന്റെ മുമ്പിൽ വെച്ച് തന്റെ ഭാര്യയെ, അഥവാ ഈ മകൻ തന്റെ ഉമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സന്ദർഭത്തിലാണ് പിതാവ് ഉപ്പ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വേദനകളും യാതനകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പല ആളുകളും മക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നു, പുറത്തു പറയാൻ കഴിയാത്ത അഭിമാനികളുണ്ട്. അതുപോലെ തന്നെ വളരെയേറെ സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. നിങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയാണ് നമുക്ക് പോരായ്മകൾ സംഭവിച്ചത്, എവിടെയാണ് നമുക്ക് പാളിച്ച സംഭവിച്ചത്? ചില മക്കൾ ചിലപ്പോൾ വഴിതെറ്റുന്നത് ലാളിച്ച് 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 ഓമനിച്ച് ഓമനിച്ച് ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുത്ത് അലട്ടുമില്ലാതെ നോക്കി വളർത്തിയ മക്കളാണ് ചിലപ്പോൾ മാതാപിതാക്കൾക്കെതിരെ ഒരു വലിയ വെല്ലുവിളിയായി വളരുന്നത്. ചിലപ്പോൾ മറ്റൊരു രൂപത്തിലാണ്. മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാതെ ജോലി തിരക്കിനിടയിൽ സമ്പാദ്യമുണ്ടാക്കുവാനുള്ള, ദുനിയാവ് വാരിക്കൂട്ടാനുള്ള തിരക്കിനിടയിൽ മക്കളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിയാതെ, പിതാവിന്റെയും മാതാവിന്റെയും ലാളനയേൽക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും നല്ല മാതൃകകൾ കിട്ടാതെ വഴിതെറ്റി പോകുന്ന മറ്റൊരു വിഭാഗവും, ലാളിച്ച് 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 നശിപ്പിക്കുന്ന ഒരു വിഭാഗം, തീരെ പരിഗണിക്കാതെ വഴിതെറ്റി പോകുന്ന മറ്റൊരു വിഭാഗം. ഇത് രണ്ടും മക്കളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്താണ് നമ്മുടെ ബാധ്യതകൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മക്കളെ അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന മക്കളാക്കി വാർത്തെടുക്കുവാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്കുള്ള കടമകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ ചുരുക്കി വിശദീകരിക്കുവാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനമായി ഞാൻ ഓതിവെച്ച വിശുദ്ധ ഖുർആനായത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പടച്ചറപ്പ് പറയുകയാണ്, ഖൂ അൻഫുസകും, നിങ്ങളെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളുക, വ അഹ്ലീകും, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നിങ്ങൾ കാത്തുകൊള്ളുക, നാറൻ, നരകത്തിനെ തൊട്ട് കാത്തുകൊള്ളുക. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. സൂറത്തു തഹ്രീമിലൂടെ പടച്ചറപ്പ് പറയുന്നു,
നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളെ ഭാര്യമാരെയും നരകത്തിനെ തൊട്ട് കാത്തുകൊള്ളണേ. നരകമെന്ന് പറയുന്നത് മനുഷ്യരാലും കല്ലുകളാലും കത്തിക്കപ്പെടുന്ന ഭയാനകമായ ഒരു ലോകമാണ്, ഭയാനകമായ ശിക്ഷയാണ്. ആ നരകത്തിനെ തൊട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ കാക്കണം, നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ കാക്കണം, നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ് വളരെ വ്യക്തമായി പടച്ച റബ്ബ് വരച്ചു കാണിക്കുന്നത്. നമ്മുടെ സ്വന്തം ശരീരങ്ങളെയും നമ്മുടെ ഭാര്യ മക്കളെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ തന്നെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കൾക്ക് ഭൗതികമായി എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ നമുക്കത് സഹിക്കില്ല. നിങ്ങളുടെ മകനോ മകളോ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു കീറലോ മറ്റോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ, അത് കാണുന്ന രക്ഷിതാവിന് ക്ഷമ വരില്ല. മറ്റുള്ള കുട്ടികൾ നല്ല വസ്ത്രം ധരിച്ചു പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല വസ്ത്രമില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായി ഒരു കുറവുണ്ടാകുന്നത് നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ഏത് സാധാരണക്കാരനാണെങ്കിലും തന്റെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ, തന്റെ മക്കളുടെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ ധാരാളം പണം ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കടം വാങ്ങിയിട്ടെങ്കിലും അവൻ അത് നിർവഹിച്ചു കൊണ്ടിരിക്കും. ഈ രൂപത്തിൽ മക്കളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി ആലോചിക്കണം. കുട്ടികൾക്കൊരു പനി വന്നാൽ, ഒരു രോഗം വന്നാൽ പിന്നെ നമുക്ക് ഉറക്കില്ലാത്ത രാത്രികളാണ് മക്കളെ ആലോചിച്ചുകൊണ്ട്. നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ്. അതും പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാരെയാണ്? നമ്മുടെ മക്കളെയാണ്. എന്റെ മകൻ വളരണം, ഉയരണം, വലുതാവണം, എന്നേക്കാൾ പ്രഗത്ഭനാവണം, എന്നേക്കാൾ ഉന്നതനാവണം, എന്നേക്കാൾ വലിയ ശമ്പളം വാങ്ങുന്നവനാവണം. ഈ രൂപത്തിൽ സ്വന്തം മക്കളെപ്പറ്റി ഒരുപാട് മോഹങ്ങളുള്ള ആളുകളാണ് നമ്മൾ. നിങ്ങൾ ഓർക്കണം, മറ്റൊരാളെ സംബന്ധിച്ചും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. മറ്റൊരാളെ സംബന്ധിച്ചും എന്നേക്കാൾ അവൻ ഉയരണമെന്നോ വളരണമെന്നോ നമ്മൾ ആഗ്രഹിക്കൽ അപൂർവമാണ്. പക്ഷേ നമ്മുടെ മക്കളെ കാര്യത്തിൽ അങ്ങനെയല്ല. എപ്പോഴും നമ്മൾക്ക് അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ്. അങ്ങനെയുള്ള മക്കൾ, ആ മക്കൾക്കൊരു കുറവ് വരുന്നതും നമുക്ക് ഇഷ്ടമേ അല്ല. എപ്പോഴും നമ്മൾ അവരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. പക്ഷേ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരന്മാര്, സഹോദരിമാരൊന്ന് ഓർക്കണം. നമ്മുടെ മക്കൾക്ക് ആത്മീയമായി എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ, നമ്മുടെ മക്കൾക്ക് അവരുടെ ദീനിയായ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, ആ കുറവ് നമ്മളെ അലട്ടാറുണ്ടോ? മകന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ ഡ്രസ്സിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എല്ലാം നല്ല പോലെ ശ്രദ്ധിക്കുന്ന നമ്മൾ, നമ്മുടെ മക്കൾ ജമാഅത്തിന് പോവാതെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ, നിസ്കാരം ഖളാക്കി കിടന്നുറങ്ങിയാൽ, സിനിമയും സീരിയലുകളുമായി, അതുപോലെ തന്നെ ചെവിയിൽ ഫിറ്റ് ചെയ്ത ഇയർഫോൺ, ഏത് സമയത്തും ചെറുപ്പക്കാരുടെ മക്കളുടെ കാത് ചെവിട് കേൾക്കാത്ത ആളുകളുടെ പോലെ ഒരു പ്രത്യേക യന്ത്രം വെച്ചുകൊണ്ട് എപ്പോഴും 24 മണിക്കൂറും സിനിമാ പാട്ടിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന കുട്ടികൾ. ഇതൊക്കെ കാണുന്ന ഒരു രക്ഷിതാവിന് യാതൊരു പ്രയാസവും അവിടെ അനുഭവപ്പെടുന്നില്ല. എന്റെ കുട്ടി ദീനി ചിഹ്നങ്ങൾക്കെതിരാണ്, എന്റെ കുട്ടി മതചിട്ടകൾക്കെതിരാണ്, സദാചാര ബോധമില്ലാത്ത റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പല രക്ഷിതാക്കളും ഇന്ന് അസ്വസ്ഥരാകുന്നില്ല. അത് കുട്ടികളാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഏത് രൂപത്തിലാണോ കുട്ടികൾ വളർന്നു വരുന്നത്, ആ രൂപത്തിൽ തന്നെയാണ് കുട്ടികൾ വളർന്നു വലുതാകുന്നതും. പിന്നീട് അവരിൽ ഒരു മാറ്റമുണ്ടാക്കാൻ നമ്മൾ ആര് വിചാരിച്ചാലും നടക്കണമെന്നില്ല. അതൊക്കെ പരിശീലിപ്പിക്കാൻ പറ്റിയ പ്രായത്തിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് നമ്മുടെ മക്കൾ വഴിതെറ്റുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറുകയാണ്. അതുകൊണ്ട് ഭൗതിക കാര്യത്തിൽ കുറവ് വന്നാൽ വല്ലാതെ വേദനിക്കുന്ന രക്ഷിതാക്കളെ, ഇതേ വേദന നിങ്ങളുടെ മക്കൾ മതപരമായ കാര്യങ്ങളിൽ പിറകോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവാറുണ്ടോ? നിങ്ങളെ മക്കൾ നോമ്പ് നോൽക്കാതിരിക്കുമ്പോൾ, നിങ്ങളെ മക്കൾ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുമ്പോൾ, ദീനീ ചിട്ടയില്ലാതെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വേദന അനുഭവപ്പെടാറുണ്ടോ? ശരിക്കൊന്ന് ആലോചിക്കേണ്ട വിഷയമാണത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇന്നത്തെ വിഷയം.
വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് നിങ്ങളെ മക്കളെ നരകത്തിനെ തൊട്ട് കാത്തുകൊള്ളണേ. നാളെ പരലോകത്ത് മക്കള് പരാതി പറയുമ്പോ ദുനിയാവിന്റെ കാര്യത്തിൽ പരാതി പറയുമെന്ന് തോന്നുന്നില്ല. കാരണം ആഖിറത്തിൽ വില കൽപ്പിക്കപ്പെടുന്നത് മറ്റൊന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് മക്കൾ വരുമ്പോൾ അവര് പറയുന്ന ഒരു വിഷയം വിശുദ്ധ ഖുർആൻ പറയുന്നത്, റബ്ബനാ അരിനല്ലദൈനി അവല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിന ലിയകൂനാ മിനൽ അസ്ഫലീൻ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അരിനല്ലദൈനി അവല്ലാന, ഞങ്ങളെ വഴിതെറ്റിച്ച വഴി പിഴപ്പിച്ച രണ്ടാളുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് റബ്ബേ, ഞങ്ങളെ വഴിതെറ്റിച്ച രണ്ട് വിഭാഗത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, പടച്ചവനെ ഞങ്ങളെ കാലിന്റെ ചുവട്ടിലാക്കി അവരെ നിർത്തട്ടെ, അവരെ നെഞ്ചത്ത് ഞങ്ങൾ കയറി നിൽക്കട്ടെ എന്ന് ഒരു വിഭാഗം നാളെ പരലോകത്ത് പറയുമെന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, പടച്ചവനെ ഞങ്ങൾ അവരെ നെഞ്ചത്തൊന്ന് ചവിട്ടിക്കയറി നിൽക്കട്ടെ റബ്ബേ, ഞങ്ങളുടെ പാദങ്ങളുടെ ചുവട്ടിലാക്കട്ടെ. ഞങ്ങൾ വഴിതെറ്റിച്ചവരെവിടെ? ജിന്നുവർഗത്തിൽപ്പെട്ടവരെവിടെ? മനുഷ്യവർഗത്തിൽപ്പെട്ടവരെവിടെ? അത് പ്രധാനമായും ആരെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്? മാതാപിതാക്കളാണ്. അതുകൊണ്ട് പരലോകത്ത് ഭയാനകമായ നരകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ദുനിയാവിൽ അവർക്ക് വാങ്ങിക്കൊടുത്ത ഭക്ഷണമോ വസ്ത്രമോ, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള വലിയ ശ്രദ്ധയോ, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുള്ള ഏക്കറക്കണക്കിന് ഭൂമിയോ, കോംപ്ലക്സുകളോ കോട്ടേഴ്സുകളോ, ഇതൊന്നുമല്ല മക്കളെന്ന് സ്മരിക്കുക. മക്കളെന്ന് സ്മരിക്കുക. ഇതിനു പകരം എന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു റബ്ബേ. ഞങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ ദുനിയാവിലെ നശ്വരമായ ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടി വളരെ പരിമിതമായ കാലം ജീവിക്കുന്ന മത്താഉൽ ഖുറൂർ എന്ന് നിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന വഞ്ചനയുടെ വിഭവം എന്നാണ് ദുനിയാവിനെ പറ്റി ഖുർആൻ പറയുന്നത്. വഞ്ചനയുടെ വിഭവമാണ്. ആ വഞ്ചനയുടെ വിഭവമാകുന്ന ദുനിയാവിന് വേണ്ടി എന്റെ പിതാവ് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയതിന് പകരം എന്നെ ആത്മീയമായി സംസ്കരിക്കാൻ, ഈ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ എന്റെ മാതാപിതാക്കൾ ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ട് നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, പടച്ചവനെ ഞങ്ങൾ അവരെ നെഞ്ചത്തൊന്ന് കയറി നിന്നുകൊണ്ട് നരക ചൂടിൽ നിന്ന് ശാന്തി വരുത്തട്ടെ എന്ന് പരലോകത്ത് വെച്ച് പറയുമെന്ന് സൂചന നൽകുന്നത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ വലിയ വില കൽപ്പിച്ച, മക്കൾക്ക് വേണ്ടി ഒരുപാട് താല്പര്യപൂർവ്വം നമ്മൾ ചെയ്തു കൂട്ടിയ വലിയ സംഗതികളൊന്നും പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വലുതല്ല, വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ നന്നായി തീരാൻ, ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് അനുകൂലമായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, തീർച്ചയായിട്ടും നിങ്ങളെ സമ്പത്തും സന്താനങ്ങൾക്കും നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തന്നത് പരീക്ഷണാർത്ഥമാണ്. നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് തരുന്നത് പരീക്ഷണാർത്ഥമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്നറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് നൽകിയതാണ് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും എന്ന് വിശുദ്ധ ഖുർആൻ. ആ പരീക്ഷണത്തിൽ വിജയിക്കണം. അല്ലാഹു നമുക്ക് മക്കളെ തന്നുകൊണ്ട് പരീക്ഷിക്കുന്നു. ചില ആളുകളെ മക്കളെ കൊടുക്കാതെ പരീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിൽ വിജയിക്കണം. രണ്ടു കൂട്ടരും വിജയിക്കണം. ഇവിടെ നമ്മുടെ വിഷയം പോകുന്നത് മക്കളുടെ കാര്യമാണ്. ആ മക്കളുടെ കാര്യത്തിൽ ഒരു രക്ഷിതാവ് വിജയിക്കാൻ വളരെ പ്രധാനമായി ഒന്നാമതായി ഊന്നിപ്പറയാനുള്ളത്, ഹലാലായ ഭക്ഷണമല്ലാതെ നമ്മുടെ മക്കളെ വയറ്റിലെത്താൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഒരു രക്ഷിതാവിന് വേണം. ഹറാമ് നരകത്തിലേക്കാണ്, ഹറാമ് തിന്മയിലേക്കാണ്, ഹറാമ് അശുദ്ധമാണ്. അതുകൊണ്ടൊരിക്കലും ഒരു കുട്ടിക്ക് ഹലാലായ ഭക്ഷണമല്ലാതെ കൊടുത്തുകൂടാ. ഭാര്യ മക്കൾക്ക് ഹലാലായ ഭക്ഷണമല്ലാതെ കൊടുത്തുകൂടാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
വമാ നബത മിനസ്സുഹ്തി ഫന്നാറു ഔലാ ബിഹി ശഫീഉനാ റസൂലുള്ളാഹി. വമാ നബത മിനസ്സുഹ്തി, ഹറാമായ ഭക്ഷണം കഴിച്ചുണ്ടായ ശരീരം, ഹറാമായ ഭക്ഷണം കഴിച്ചുണ്ടായ ശരീരം, ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം നരകവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. ഹറാമ് കഴിച്ച ശരീരം നരകത്തിലേക്കാണ്, ഹലാല് കഴിച്ച ശരീരം സ്വർഗത്തിലേക്കാണ്. ഹലാല് സ്വർഗത്തിലേക്ക്, ഹറാമ് നരകത്തിലേക്ക്. അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നന്നായാൽ, നല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് മാത്രമേ നല്ലത് പ്രവർത്തിക്കാൻ കഴിയൂ. നല്ല സൽക്രമങ്ങൾ ചെയ്യണമെങ്കിൽ, നല്ല സൽസ്വഭാവം ഉണ്ടാവണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം നന്നാവണം. ഹലാലായ ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന മജ്ജയും മാംസവും ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവും അത് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, അത് നല്ല നിലക്കാവണമെങ്കിൽ കഴിക്കുന്നത് നന്നാകുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നത് നന്നായി തീരും. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാണ് അവന്റെ വിശുദ്ധ ഖുർആനിൽ, കുലൂ മിനത് ത്വയ്യിബാത്, ഹലാലായ ഭക്ഷണം കഴിക്കുവീൻ, ഹലാലായ ഭക്ഷണം കഴിക്കുവീൻ, നല്ലത് കഴിക്കുവീൻ. വഅമലൂ സ്വാലിഹാ, നല്ലത് പ്രവർത്തിക്കുവീൻ. നല്ല ഭക്ഷണം കഴിക്കുന്നവർക്കേ നല്ലത് പ്രവർത്തിക്കാൻ കഴിയൂ. ഹലാലായ നിലക്കുള്ള സമ്പാദ്യമുണ്ടാക്കി മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ, കച്ചവടം തുടങ്ങുന്നത്, കച്ചവടത്തിന്റെ സ്രോതസ് പലിശയാണ്. വീടുണ്ടാക്കിയതിന്റെ മുഖ്യ ഭാഗവും പലിശയുടെ സമ്പത്താണ്. എല്ലാ മേഖലയും പലിശയാണ്. ഭൂമി കച്ചവടം നടത്തുന്നതും പലിശന്റെ മുതലാണ്. വാഹന കച്ചവടം നടത്തുന്നതും പലിശയാണ്. ഇങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട ഭക്ഷണം മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ, അതല്ലെങ്കിൽ മറ്റുള്ളവനെ പറ്റിച്ചോ കബളിപ്പിച്ചോ, അല്ലെങ്കിൽ പൊതുമുതലിൽ കൃത്രിമം നടത്തിയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ ഹറാമായ സമ്പാദ്യമുണ്ടാക്കി മക്കൾക്ക് കൊടുത്താൽ വിപരീത ഫലമാണ് മക്കളിൽ നിന്നുണ്ടാവുക. ആ മക്കൾ നന്നായി തീരാൻ പ്രയാസമാണ്. ഹറാമ് കഴിച്ചാൽ നരകത്തിലേക്കാണ് എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നരകക്കാരുടെ സ്വഭാവം മാത്രമേ ആ കുട്ടിക്കുണ്ടാകൂ. നരകത്തിൽ എളുപ്പത്തിലെത്താനുള്ള വഴി മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്. അതുകൊണ്ട് ഹറാമ് കഴിക്കുന്ന മക്കൾ മാതാപിതാക്കളെ വെറുപ്പിച്ചിരിക്കും. ഒരു സംശയമാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ത്വലബുൽ ഹലാലി ഫരീളത്തും ബഅദൽ ഫരീള. ത്വലബുൽ ഹലാൽ, ഹലാലായ ഭക്ഷണം തേടി നടക്കൽ, ഫരീളത്തും ബഅദൽ ഫരീള, ഫർളാക്കപ്പെട്ട ഇബാദത്തിന്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് ഫർളായത് ഭക്ഷണം തേടി നടക്കലാണ്. 5 നേരത്തെ ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾ നിർവഹിക്കൂ. സുന്നത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹറാമായ സമ്പാദ്യത്തിലേക്ക് തിരിയരുത്. ഹലാലായ രൂപത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് തൊഴിലെടുക്കണം. അത് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫർളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പും ബാക്കിയൊക്കെ പിന്നെ ആയാലും കുഴപ്പമില്ല. ഫർളാക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. 5 നേരത്തെ നിസ്കാരം, റമദാൻ മാസത്തെ നോമ്പ്, ഇതാണല്ലോ സാധാരണക്കാര് ഫർളായിട്ടുള്ളത്. സക്കാത്ത് സമ്പത്തുള്ളവർക്കാണ്, ഹജ്ജ് സമ്പത്തുള്ളവർക്കാണ്. അതുകൊണ്ട് ഈ ഫർളാക്കപ്പെട്ട നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫർളെന്താണ്? നിങ്ങൾ പള്ളിയിൽ തന്നെ ചടഞ്ഞിരുന്നത് കൊണ്ട് കാര്യമായില്ല. നിങ്ങൾ മക്ബറകൾ തോറും സിയാറത്ത് ചെയ്ത് നടന്നിട്ടും പ്രയോജനമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നത്തെ പ്രധാനപ്പെട്ട ഫർള് ഭാര്യ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണം. അതിന് വേണ്ടി ഹലാല് തേടി തെരഞ്ഞു നടക്കലാണ്. ഫർളാണത്. ഹലാല് തേടി നടക്കണം. ഹലാലല്ലാത്തത് മക്കളെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ നരകത്തിന്റെ സ്വഭാവം അവർ പ്രകടിപ്പിച്ചു തുടങ്ങും. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം മാതാപിതാക്കളെ വെറുപ്പിക്കലായിരിക്കും. എളുപ്പത്തിൽ നരകത്തിലെത്താനുള്ള വഴി മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം നീട്ടിപ്പരത്തി പറയുന്നില്ല, അടിവരയിട്ടുകൊണ്ട് പറയുന്നത്, മക്കൾ നന്നായി തീരാൻ അള്ളാഹു തന്ന മഹാ സൗഭാഗ്യമാകുന്ന മക്കളെ അള്ളാഹുവിന്റെ അടിമകളാക്കണമെങ്കിൽ, നാളെ സ്വർഗത്തിൽ കടത്തണമെങ്കിൽ നരകത്തുനിന്ന് മക്കളെ രക്ഷപ്പെടുത്തിക്കോളൂ എന്ന് ഖുർആൻ പറഞ്ഞ ആ രൂപത്തിൽ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ ഹലാലായ ഭക്ഷണം കൊടുക്കുക എന്ന് 1-ാം നമ്പറിട്ട് ഞാൻ പറയും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മക്കൾക്ക് നല്ല അദബ് നൽകണമെന്നാണ്. അദബ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാനഹല വാലിദുൻ വലദഹു,
അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, മാ നഹല വാലിദുൻ വലദഹു മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ ശഫീഉനാ റസൂലുള്ളാഹി. മാ നഹല വാലിദുൻ വലദഹു, ഒരു പിതാവും തന്നെ തന്റെ മകനിക്കൊരു സമ്മാനവും നൽകിയിട്ടില്ല. അഫ്ളല മിൻ അദബിൻ ഹസനിൻ, നല്ല മര്യാദയേക്കാൾ, നല്ല അദബിനേക്കാൾ, നല്ല പെരുമാറ്റ രീതി എന്ന് പറയുന്ന അദബിനേക്കാൾ നല്ലൊരു സമ്മാനം നിങ്ങൾ ആരും നിങ്ങളെ മക്കൾക്ക് നൽകിയിട്ടില്ല. ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്മാനം അദബുൻ ഹസൻ, നല്ല പെരുമാറ്റ രീതിയാണ്. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അതെങ്ങനെ ഉണ്ടാകും? മക്കളെ, നിങ്ങൾ നല്ല പെരുമാറ്റ രീതിയുള്ളവരാവണം, നിങ്ങൾ സൽസ്വഭാവമുള്ളവരാവണം എന്ന് വയല് പറഞ്ഞതുകൊണ്ട് മക്കൾക്ക് സൽസ്വഭാവം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണം, സൽസ്വഭാവത്തിന്റെ ഉടമകളാവണം, ജനങ്ങളെ വെറുപ്പിക്കുന്നവരാവരുത്. ഇതെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ആയിത്തീരണമെങ്കിൽ അല്പം പ്രയാസമുണ്ട്. സൽസ്വഭാവമുള്ളവരാവാൻ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവാൻ, നല്ല പെരുമാറ്റ രീതിയുള്ളവരാവാൻ നമ്മൾ അല്പം ത്യാഗം ചെയ്യണം. ഒരു പിതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട സമ്മാനം അദബുൻ ഹസനാണ്. അതിനേക്കാൾ വലിയൊരു സമ്മാനം ഒരു പിതാവും തന്റെ മക്കൾക്ക് നൽകിയിട്ടില്ല. ശഫീഉനാ റസൂലുള്ളാഹി. മക്കളിൽ നിന്ന് നല്ല പെരുമാറ്റ രീതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണ്? ആ പെരുമാറ്റ രീതി നിങ്ങളിൽ നിന്ന് മക്കൾക്ക് കണ്ടുപഠിക്കാനുള്ള സൗഭാഗ്യമുണ്ടാവലാണ്. രക്ഷിതാക്കളിൽ നിന്ന് നല്ല പെരുമാറ്റ രീതി കണ്ടുപഠിക്കാനുള്ള അവസ്ഥയുണ്ടാവലാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അസ്സലാഹു മിനല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അസ്സലാഹു മിനല്ലാഹ് വൽ അദബു മിനല്ലാബാ. അസ്സലാഹു മിനല്ലാഹ്, നന്മകൾ അല്ലാഹുവിൽ നിന്നാണ്, നന്മകളൊക്കെ വരുന്നത് അല്ലാഹുവിൽ നിന്നാണ്. വൽ അദബു മിനല്ലാബാ, അദബ് വരുന്നത് ഉപ്പയിൽ നിന്നാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സ്വഹാബത്തിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസാണ്. അത് നന്മകൾ വരുന്നത് അല്ലാഹുവിൽ നിന്ന്, അദബ് വരുന്നത് പിതാക്കളിൽ നിന്ന്. പെരുമാറ്റ രീതി, ആരെ പെരുമാറ്റ രീതിയാണ് മക്കൾക്കുണ്ടാവുക? പിതാവിന്റെ പെരുമാറ്റ രീതിയാണ്. അതുകൊണ്ട് മക്കൾക്ക് പകർത്തിയെടുക്കാൻ പറ്റുന്ന, മക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ല പെരുമാറ്റ രീതിയുടെ ആളുകളായി നിങ്ങൾ ജീവിക്കാൻ കഴിയണം. അങ്ങനെ സ്വന്തം ജീവിതത്തിലൂടെ നല്ല പെരുമാറ്റ രീതി എന്ന് പറയുന്ന സമ്മാനം തന്റെ മക്കൾക്ക് നൽകാൻ ഒരു പിതാവിന് കഴിഞ്ഞാൽ അവനാണ് നല്ല പിതാവ്. അവനാണ് ഏറ്റവും വലിയ സമ്മാനം തന്റെ മക്കൾക്ക് കൊടുത്തവൻ. അദബുൻ ഹസൻ, അത് പിതാവിൽ നിന്ന് കിട്ടണമെന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഉമ്മാക്ക് പറയാൻ കഴിയണം, മക്കളെ, ഉപ്പാനെ കണ്ടു പഠിക്കണം. എന്തൊരു ചിട്ടയുള്ള മനുഷ്യനാണ്, കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്നവൻ, കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, സൗമ്യമായ പെരുമാറ്റക്കാരൻ, സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുന്നവൻ, നല്ല ചിട്ടയുള്ള മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ടു പഠിക്കണമെന്ന് സ്വന്തം ഭാര്യയ്ക്ക് മക്കളോട് പറയാൻ കഴിയണം. അതാണ് ഒരു കുടുംബനാഥൻ. ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വം തന്റെ മക്കളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല വഴി അതാണ്. തന്റെ മക്കൾക്ക് നല്ല പെരുമാറ്റ രീതി അതൊരു സമ്മാനമായി കൊടുക്കാൻ ഒരു പിതാവിന് സാധിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണത്. എങ്ങനെയാണത്? ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അയാളുടെ ഉത്തരവാദിത്ത ബോധത്തെപ്പറ്റി ഓർമ്മ വേണം. ഞാനൊരു കുടുംബനാഥനാണ്, എന്നെ കണ്ടിട്ടാണ് എന്റെ മക്കൾ പഠിക്കുന്നത്, എന്റെ സ്വഭാവ ഗുണങ്ങളാണ് എന്റെ മക്കൾക്കുണ്ടാവുക, എന്റെ പെരുമാറ്റ രീതിയാണ് മക്കൾക്കുണ്ടാവുക. ഒരു സംശയവുമില്ല. നിങ്ങൾ ചെറിയ മക്കളെ നോക്കൂ, നിങ്ങളെ വീട്ടിലെ കൊച്ചുകുട്ടികളെ പരിശോധിച്ചാൽ അവര് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരെയാണ് അനുകരിച്ചുകൊണ്ട് ശീലിക്കുന്നത്? പിതാവിനെ അനുകരിക്കുന്നു, മാതാവിനെ അനുകരിക്കുന്നു. ആൺകുട്ടികളാണെങ്കിൽ അവര് കച്ചവടം, പീടിക നടത്തുന്നു, കച്ചവടം നടത്തുന്നു, തുലാസുണ്ടാക്കി സാധനങ്ങൾ തൂക്കിക്കൊടുത്ത് കച്ചവടം. ഉപ്പാൻ അനുകരിക്കുന്നു, കച്ചവടക്കാരനായ പിതാവിനെ അനുകരിക്കുന്നു മക്കൾ. ചില മക്കൾ ഡ്രൈവിംഗ് ആണ്, വാഹനം ഓടിക്കലാണ്, തന്റെ പിതാവിനെ അനുകരിക്കുകയാണ്.
പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ നോക്കൂ, വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു കളിപ്പാട്ടം ഒരു പാവക്കുട്ടിയാണ്. ചെറിയ പെൺകുട്ടികൾ ആ പാവക്കുട്ടിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് താരാട്ടുപാടി നടക്കുന്നു. ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് കൺമശേരി കൊടുക്കുന്നു, മുടിചീകി കൊടുക്കുന്നു. അങ്ങനെ പാവക്കുട്ടിയെ കൊണ്ട് നടന്ന് കളിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? എന്താ അതിന്റെ കാരണം? ഒരു കുട്ടി തന്റെ ഉമ്മയെ അനുകരിക്കുകയാണ്, ഒരു കുട്ടി തന്റെ പിതാവിനെ അനുകരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടാണ്, നമ്മളെ അനുകരിച്ചുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല ഒരു ടൈപ്പ് റെക്കോർഡറാണ്. മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ബ്രെയിൻ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കുട്ടികൾക്കൊരു പ്രത്യേക സ്വഭാവം രൂപപ്പെടുകയല്ല. മാതാപിതാക്കളെ കണ്ടു പഠിച്ച് കേട്ടും പഠിച്ചും അനുഭവിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ജീവിതത്തിൽ പിന്നീട് ആ കുട്ടികളുടെ പ്രവർത്തനങ്ങളായി വരുന്നത്. അതുകൊണ്ട് കുട്ടികൾ കാണുന്നതും കുട്ടികൾ കേൾക്കുന്നതും കുട്ടികൾ ചിന്തിക്കുന്നതും നന്നാവണം. അതിന് കുട്ടികളുടെ പരിസരം വൃത്തിയുള്ള പരിസരമാവണം. പരിസരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വാധീനം മാതാപിതാക്കൾക്കാണ്. ഇസ്ലാം, എല്ലാ മക്കളും ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വീഴുന്നത് ഇസ്ലാമിന്റെ പരിശുദ്ധാവസ്ഥയിലാണ്. ഒരു പാപത്തിന്റെ കറയുമില്ലാത്ത പളുങ്കുപോലെ പരിശുദ്ധമായ അവസ്ഥയിലാണ് ഓരോ കുഞ്ഞുങ്ങളും ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വീഴുന്നത്. എന്നിട്ടോ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ യുഹവ്വിദാനിഹി, അവനെ ജൂതനാക്കുന്നു, വൈനസ്വറാനിഹി, അവനെ നസ്രാനിയാക്കുന്നു, വയുമജ്ജിസാനിഹി, അവനെ മജൂസിയാക്കുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. വളരെയേറെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണത്. ഏതൊരു കുട്ടി ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വീഴുമ്പോഴും ആ കുട്ടി വിശുദ്ധമായ അവസ്ഥയിലാണ്. കക്കണമെന്ന ചിന്തയില്ല, കളവ് പറയണമെന്ന ചിന്തയില്ല, അതുപോലെ വേണ്ടാത്ത യാതൊരു ചിന്തകളുമില്ലാത്ത നല്ല മനസ്സോടുകൂടെ വരുന്നു. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫഅബവാഹു, പിന്നീട് അവന്റെ മാതാപിതാക്കൾ യുഹവ്വിദാനിഹി, അവനെ ജൂതനാക്കുന്നു, വയുനസ്സിറാനിഹി, അവനെ നസ്രാനിയാക്കുന്നു, വയുമജ്ജിസാനിഹി, അവനെ തീ ആരാധകനാക്കുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ദുസ്വഭാവിയാക്കുന്നവൻ, ദേഷ്യക്കാരനാക്കുന്നവൻ, വാശിക്കാരനാക്കുന്നവൻ, കലമ്പലുള്ളവനാക്കുന്നവൻ, തർക്കുത്തരം പറയുന്നവനാക്കുന്നവൻ, അതൊക്കെ തന്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ എങ്ങനെയാണോ അവരെ സ്വഭാവ രീതി, അവരെ പെരുമാറ്റ രീതി, അതൊക്കെ മക്കളിൽ വരും. ചെറുപ്പകാലത്ത് ഉപ്പയിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ തലച്ചോറ് റെക്കോർഡ് ചെയ്തു വെച്ചു. ഉമ്മയിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ തലച്ചോറുകൾ റെക്കോർഡ് ചെയ്തു വെച്ചു. ഇനി അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നേരത്തെ പഠിച്ച് പകർത്തിവെച്ച കാര്യങ്ങളാണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യുവാനും നല്ല നിലക്ക് പെരുമാറാനുമുള്ള, നല്ലത് കാണാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണം. ഇനി നമ്മളെ തലച്ചോറിനെ പറ്റി ആലോചിച്ചാൽ അത് മനസ്സിലാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവന്റെ ബോധ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ, അതല്ലെങ്കിൽ വൈകുന്നേരമായി നേരം വെളുക്കുന്നത് വരെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധ മനസ്സിലേക്ക് വരുന്നു. ഈ ബോധ മനസ്സിൽ നിന്ന് പ്രവൃത്തി മണ്ഡലമായ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ പിന്നീട് അത് സ്വാധീനിക്കുന്നു. ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അതാണ് ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളായി പിന്നീട് രൂപാന്തരപ്പെടുന്നത്. അല്ലേ? നമ്മളെ ഉപബോധ മനസ്സിൽ ഉറച്ച കാര്യങ്ങളുണ്ടാവും. ഈ ഉപബോധ മനസ്സിൽ ഉറക്കുന്നത് എങ്ങനെയാണ്? ബോധ മനസ്സിൽ കണ്ടും കേട്ടും അനുഭവിച്ചും വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തലച്ചോറ് റെക്കോർഡ് ചെയ്തു. ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഉപബോധ മനസ്സിലേക്ക് മാറുന്നു. കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മാറും. അത് ആഴത്തിൽ അവിടെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളൊക്കെ രൂപപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ പ്രവർത്തിക്കുന്നത് അവരുടെ ചുറ്റുപാടിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ച കാര്യങ്ങൾ അവരെ ബോധ മനസ്സിലേക്ക് കയറി ക്രമേണ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങി അതിനനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതാണ് പ്രവൃത്തി മണ്ഡലത്തിൽ വരുന്നത്.
ഉപബോധ മണ്ഡലത്തിൽ നിന്നാണ് പിന്നെ പ്രവർത്തികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ബോധ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നല്ലതാവണം. കുട്ടികളുടെ ചുറ്റുപാട് നന്നാവണം, പരിസരം നന്നാവണം. അത് നന്നാക്കി കൊടുക്കേണ്ടത് ആരാണ്? ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് വളരാനുള്ള അവസ്ഥാവിശേഷം മക്കൾക്കുണ്ടാക്കി കൊടുക്കേണ്ടത് കുടുംബനാഥനാണ്. മാതാവും പിതാവും അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മുടെ മക്കൾ വീട്ടിലേക്ക് വന്നാൽ ഇസ്ലാമിന്റെ ശുദ്ധവായു ശ്വസിച്ച് വളരാനുള്ള ചുറ്റുപാടുണ്ടാവണം. ആ വീടുകളിൽ ഹറാമുകൾ ഉണ്ടാവരുത്, സീരിയലുകൾ ഉണ്ടാവരുത്, സിനിമകൾ ഉണ്ടാവരുത്, ഗാനമേളകൾ ഉണ്ടാവരുത്, പ്രേമപ്പാട്ടുകൾ ഉണ്ടാവരുത്, മാപ്പിളപ്പാട്ടിന്റെ പ്രേമക്കൂത്താട്ടങ്ങൾ ഉണ്ടാവരുത്. രക്ഷിതാക്കൾ അതിനോടൊക്കെ വലിയ വെറുപ്പ് കാണിക്കുകയും ദീനിയായ കാര്യങ്ങളോട് വലിയ മതിപ്പ് കാണിക്കുകയും ചെയ്യുന്നവരാവണം. നിസ്കാരം, ഖുർആൻ പാരായണം, ദീനിയായ പുസ്തകങ്ങൾ വായിക്കൽ, ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യൽ, ഇസ്ലാമികമായ മസാലകൾ ചർച്ച ചെയ്യൽ, ആഖിറത്തിന്റെ കാര്യം ചർച്ച ചെയ്യൽ, ഇങ്ങനെയുള്ള പരലോക ചിന്തയുണ്ടാക്കുന്ന, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയുണ്ടാക്കുന്ന, നല്ല ചർച്ചകൾ നടക്കുന്ന, നല്ല ഇബാദത്തുകൾ നടക്കുന്ന കേന്ദ്രമായി വീട് മാറിക്കഴിഞ്ഞാൽ മക്കൾ അറിയാതെ തന്നെ മക്കൾ നന്മയിലേക്ക് വരും. അവര് കണ്ടും കേട്ടും അനുഭവിച്ച കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ പതിയുന്നത്. അത് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളായി രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് മക്കള് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും ഇസ്ലാമികമായിരിക്കണം. രക്ഷിതാക്കളുടെ സജീവ ശ്രദ്ധയില്ലാതെ അത് സാധ്യമേ അല്ല. അതുകൊണ്ട് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, ആ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കണം നമ്മുടെ വീട്ടിലുണ്ടാവേണ്ടത്. നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവർ, ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോൾ ജമാഅത്തിനെ പറ്റി ചിന്തിക്കാത്തവർ, ജമാഅത്തിനെ മൈൻഡ് ചെയ്യാത്തവർ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം നടക്കാത്ത വീട്, ദീനിയായ ചർച്ചകൾ നടക്കാത്ത വീട്, അവിടെ സിനിമാ ഹാളാണ്. വീടിന്റെ സെന്റർ ഹാള് സിനിമാ ഹാളുകളായി മാറുകയാണ്. എപ്പോ നോക്കിയാലും വലിയ മ്യൂസിക്കിന്റെ ശബ്ദകോലാഹലങ്ങളും, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്ന വളരെ വൃത്തികെട്ട ആഭാസത്തരങ്ങളും, അതുപോലെ തന്നെ പ്രേമ കഥകളും, ഇതൊക്കെയാണോ വീട്ടിൽ നടക്കുന്നത്? അതായിരിക്കും നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാവുക. ആ രൂപത്തിൽ ആ മക്കൾ വളർന്നു വന്നാൽ ആ രൂപത്തിലല്ലാതെ മറിച്ച് ചിന്തിക്കാനും അവർക്ക് കഴിയില്ല. എന്താണോ അവരെ തലച്ചോറ് നേരത്തെ റെക്കോർഡ് ചെയ്യുന്നത്, ആ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് റീപ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുറ്റുപാട് നന്നാവണം. ആ ചുറ്റുപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കളിൽ ഇസ്ലാം പഠിക്കാൻ മക്കൾക്ക് കഴിയണം. അത് മാത്രമാണ് അതിനുള്ള വഴി. പല രക്ഷിതാക്കളുടെയും വിചാരം മദ്രസ 8ാം ക്ലാസ് ഉണ്ട്, മദ്രസ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്, ആ ബസ്സിലെ ബോർഡ് ബാംഗ്ലൂർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതും മോന് വായിക്കാം, മലയാളത്തിൽ എഴുതിയതും വായിക്കാൻ അറിയാം, അതുപോലെ കന്നഡയിൽ എഴുതിയതും വായിക്കാൻ അറിയാം. ഈ വായിക്കാൻ അറിയുന്നത് കൊണ്ട് അവൻ ബാംഗ്ലൂർ എത്തുമോ? എത്തൂലല്ലോ. അവൻ ആ വാഹനത്തിൽ കയറിയിരിക്കുക എന്ന പ്രവൃത്തി ചെയ്യണ്ടേ? എന്നതുപോലെ നമ്മുടെ മക്കൾ കുറെ കാര്യങ്ങൾ ചൊല്ലിപ്പടിച്ചത് കൊണ്ടായില്ല, അതവരെ സ്വാധീനിക്കണം. അവരെ മനസ്സിനെ സ്വാധീനിക്കണം, അവരുടെ തലച്ചോറിനെ സ്വാധീനിക്കണം. സ്വാധീനിക്കണമെങ്കിൽ അത് തലമൂത്ത ആളുകളിൽ നിന്ന് കണ്ടുപഠിക്കാൻ കഴിയണം. അതിന് മാതൃകകൾ ഉണ്ടാവണം. അപ്പോഴാണ് ആ മനുഷ്യന്റെ മനസ്സിലേക്ക് അത് പതിയുന്നത്. ആ പതിയുന്നത് പോലെയാണ് പ്രവർത്തനങ്ങൾ രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല പെരുമാറ്റ രീതി എന്ന് പറയുന്നത് ഉപ്പയുടെ ഭാഗത്തുനിന്ന് മക്കൾക്കുണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഭരണകാലത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ മകന്റെ കൈ പിടിച്ചുകൊണ്ട് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുമ്പിലെത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ വലദീ യഅ്കുനി. ബഹുമാനപ്പെട്ട അമീറുൽ മോമിനീൻ തങ്ങളെ, ഇതെന്റെ മകനാണ്, പക്ഷെ അവൻ എന്നെ വെറുപ്പിക്കുന്നു. എന്നെ അനുസരിക്കാത്ത മകൻ, എന്നെ വെറുപ്പിക്കുന്ന മകൻ എന്ന് പിതാവ് മകനെ സംബന്ധിച്ച് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിൽ പരാതി പറഞ്ഞു. അവർ ഉമർ എന്നവരാ മകനോട് ചോദിച്ചു, മോനെ, മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിനക്കറിയില്ലേ? മാതാപിതാക്കളോടുള്ള കടമകൾ നീ നിർവഹിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടോ ഉമർ എന്നവര് ഒരു മകൻ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇങ്ങനെ ഒരു ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനെ സംസാരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അതെല്ലാം സശ്രദ്ധം ആ മകൻ കേട്ടു. കേട്ടിരുന്നതിന്റെ ശേഷം ഈ മകൻ തിരിച്ചു ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, അമാലിൽ ഇബ്നി അലാ വാലിദിഹി ഹഖ്ഖുൻ. ഉമർ എന്നവർ പറഞ്ഞു,
മോനെ ഉപ്പാരാന്നറിയില്ലേ, ഉമ്മാരാന്നറിയില്ലേ, അവരോടുള്ള കടപ്പാട് നിനക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കടപ്പാട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് തീരുന്നത് വരെ ശ്രദ്ധാപൂർവം ഇരുന്ന മകൻ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വാക്കുകൾ അവസാനിച്ചപ്പോ ചോദിച്ചു, അമാലിൽ ഇബ്നി ഹഖ്ഖുൻ അലാ വാലിദിഹി, ഈ മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാടൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടില്ലേ കടപ്പാട്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ചാണ് ആ കുട്ടി ചോദിക്കുന്നത്, ഉമർ എന്നവരെ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, മാതാപിതാക്കൾക്ക് ഞങ്ങളോട് കടപ്പാടൊന്നുമില്ലയോ? ഉടനെ തന്നെ ഉമർ എന്നവർ പറഞ്ഞു, തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് മക്കളോടും കടപ്പാടുണ്ട്. ആ കടപ്പാടുകളെ കൂട്ടത്തിൽ ഒന്നാമതായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അയ്യസ്തൻജിബ ഉമ്മഹു, അവന്റെ ഉമ്മ നിലവാരമുള്ള ഉമ്മയായിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ടത് ബാപ്പയാണ്, നിലവാരമുള്ള ഉമ്മയാവണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മക്കൾക്ക് നാളെ ഈ ഉമ്മാനെ കൊണ്ട് ഒരു അയ്ബുണ്ടാവരുത്. അങ്ങനത്തെ പെണ്ണ് കെട്ടിയിട്ട് മക്കൾക്ക് അയ്ബുണ്ടാക്കുന്ന പ്രവൃത്തി ഉപ്പ ചെയ്യരുത്. കല്യാണം കഴിക്കുമ്പോൾ തന്നെ മക്കളെ പറ്റി ബോധം വേണം. എന്റെ മക്കൾക്ക് അയ്ബുണ്ടാകുന്ന രൂപത്തിലുള്ള പെണ്ണാവരുത് അവൾ. നല്ല പെണ്ണിനെ കല്യാണം കഴിക്കണം. അതിൽ നിന്ന് മാത്രമേ നല്ല ഭൂമിയിലെ നല്ല വിത്ത്, നല്ല ഭൂമിയും നല്ല വിത്തുമാണെങ്കിലേ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവന്റെ ഉമ്മയെ നിലവാരമുള്ള ഉമ്മയാക്കണം. അതൊരു പിതാവിന്റെ കടമയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വേശ്യസ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചോ, നാട്ടിൽ അറിയപ്പെട്ട ഒരു മോശപ്പെട്ട പെണ്ണാണ്, കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണ്, ഒരാളതിൽ ആകൃഷ്ടനായി അവളെ കല്യാണം കഴിച്ചു. അതിൽ മക്കളും കുട്ടികളും ഉണ്ടായി. മക്കൾ കുറച്ച് വലുതാകുമ്പോൾ, നീ ആരുടെ മോനാ? ഓള മോനല്ലേ? ഇവൻ ചിരിക്കും. ഇവന് സംശയം വരും, എന്തിനാ എന്റെ ഉമ്മാന്റെ പേര് പറയുമ്പോൾ അവൻ ചിരിച്ചത്? ക്രമേണ അവൻ അന്വേഷിക്കും. മറ്റവനും ചിരിക്കുന്നു ഉമ്മാന്റെ പേര് കേൾക്കുമ്പോ. അപ്പുറത്തുള്ളവനും തമാശ പറയുന്നു, എന്നെ കാണുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നു. അപ്പോഴാണ് അവൻ അറിയുന്നത്, എന്റെ ഉമ്മ വൃത്തികെട്ട ഒരു പെണ്ണായിരുന്നു, വൃത്തികെട്ട പെണ്ണായിരുന്നു. എന്നോ ഒരിക്കൽ ഒരുത്തന്റെ കൂടെ ചാടിപ്പോയി കുറെ കാലം വ്യഭിചാരം നടത്തി തിരിച്ചു വന്നവളാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐബുള്ളവളാണ്. ഈ ഒരു ഐബുള്ളവളാണ് തന്നെ പ്രസവിച്ച മാതാവ് എന്നൊരു കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ടെൻഷനാണ്. ഏതായാലും ഞാൻ നന്നാവൂല, നിന്റെ മോനല്ലേ, നീ നന്നായാലും മനുഷ്യന്മാർ അംഗീകരിക്കുവോ? ഇതേതാ സാധനം? ഓളെ കുട്ടിയാണ് അല്ലെ, ഓന്റെ മകനാണ്. ഈ രൂപത്തിലുള്ള കുത്തുവാക്കുകൾ കുട്ടികളെ മുന്നോട്ടുള്ള ഗമനത്തെ തടയും, അവരുടെ ഭാവിയെ അപകടപ്പെടുത്തും. കുട്ടികൾക്ക് മാനക്കേടുണ്ടാകും, കുട്ടികൾക്ക് അയ്ബുണ്ടാകും. അങ്ങനെ കുട്ടികൾക്ക് അയ്ബുണ്ടാകുന്ന രൂപത്തിലുള്ള ഉമ്മയാവരുത് ഉമ്മ. അതുകൊണ്ട് നിലവാരമുള്ള ഉമ്മയായിരിക്കണം. അത് പിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മക്കൾക്കത് ശ്രദ്ധിക്കാനാവില്ലല്ലോ. അത് പിതാവിന്റെ കടമയാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. നിലവാരമുള്ള പെണ്ണായിരിക്കണം. നിലവാരമുള്ള പെണ്ണ് ഓരോ ആളുകൾക്കും ലായിക്കാകുന്ന, യോജിക്കുന്ന പെണ്ണായിരിക്കണം. അതല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ക്ഷീണമുണ്ടാക്കും. അതാ കാരണം. അത്രത്തോളം മക്കളുടെ കാര്യത്തിൽ ഒരു ഉപ്പാക്ക് കടമയുണ്ട്. രണ്ടാമതായി ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, വയഹ്സിന ഇസ്മഹു, നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക്. പേരും മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പേര് നന്നാവുന്നത് പോലെ മനുഷ്യനും നന്നാവാനുള്ള സാധ്യതയുണ്ട്. പേരും മനുഷ്യനും തമ്മിൽ നല്ല ബന്ധമാണ്. സ്വാലിഹീങ്ങളുടെ പേരിടണം, അമ്പിയാക്കന്മാരുടെ പേര്, ഔലിയാക്കന്മാരുടെ പേര്, മഹാന്മാരിലേക്ക് ചേർക്കപ്പെട്ട പേരുകൾ, അതൊരു നല്ല പേരാണ്. മഹാന്മാരിലേക്ക് ചേർക്കപ്പെട്ട പേരുകളാകുമ്പോൾ ആ മഹാന്മാരുടെ ബറക്കത്തിന് അതൊരു കാരണമാവുകയാണ്. അത് മുഖേന കുട്ടി നന്നാവാനുള്ള കാരണമാവുകയാണ്. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേരിടണം. അതൊരു പിതാവിന്റെ കടമയാണ്. മൂന്നാമതായി ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വയുഅല്ലിമഹുൽ കിതാബ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് അറിവ് വേണം. അറിവില്ലാതെ മുന്നോട്ട് പോവാനാവില്ല. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമല്ല. അറിവില്ലാത്തവർ പലപ്പോഴും പതറി വീണുപോകും. അറിവുള്ളവനെ അറിവ് മുന്നോട്ട് നയിക്കും. അതുകൊണ്ട് മക്കൾക്ക് നല്ല വിജ്ഞാനവും നൽകണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു രക്ഷിതാവിന്റെ പ്രധാനപ്പെട്ട കടമയാണെന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. കുട്ടിയുടെ ചോദ്യത്തിന് മറുപടിയായി ഉടനെ ആ പയ്യൻ ആദരവോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഈ മൂന്ന് കാര്യങ്ങളും എന്റെ വാപ്പ ശ്രദ്ധിച്ചിട്ടില്ല.
എന്റെ വാപ്പ കല്യാണം കഴിച്ചത് ഉമ്മാനെ മോശമാക്കി പറയുകയല്ല. ഉമർ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്റെ ഉമ്മയുള്ളത്. അങ്ങനത്തെ ഒരു പെണ്ണിനെ ഉപ്പ കല്യാണം കഴിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമതായി എന്റെ പേരിടുമ്പോൾ പോലും നല്ല അർത്ഥമുള്ള പേരിട്ടിട്ടില്ല. വവ്വാലി എന്നോ മറ്റോ അർത്ഥമുള്ള ഒരു മോശപ്പെട്ട പേരാണ് എനിക്ക് ഇട്ടിട്ടുള്ളത്. മൂന്നാമതായി ഖുർആൻ പഠിപ്പിക്കുന്നത് പോയിട്ട് ഒരു അലിഫും ബാവും പോലും എന്റെ വാപ്പ പഠിപ്പിച്ചിട്ടില്ല. ചെറുപ്പത്തിലെ ഉപ്പാന്റെ കൂടെ ജോലിക്ക് കൊണ്ടുപോകുമെന്നല്ലാതെ അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഉമർ ഫാറൂഖ് തങ്ങളുടെ മട്ടുമാറി. മഹാനായ ഉമർ റളിയല്ലാഹു തആല പിതാവിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിയിട്ട് പറയാണ്, ഫഖദ് അഖഖതഹു ഖബല യഅഖഖ. നീ പറഞ്ഞില്ലേ ഈ മകൻ എന്നെ വെറുപ്പിക്കുന്നു എന്ന്, എന്നാൽ അതിന്റെ മുമ്പ് നീ മകനെ വെറുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖും അന്നീ, എഴുന്നേറ്റ് പോടാ പുറത്ത്. ഖും അന്നീ, ആ ശൈലി അങ്ങനെ, എഴുന്നേറ്റ് പോടാ പോടാ. മകൻ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്ന നീ ആദ്യം മകനെ വെറുപ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം? മക്കളോടുള്ള ഒരു കടപ്പാടും നീ നിർവഹിച്ചില്ല. ഒന്ന്, ആ കുട്ടിക്ക് ആ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു പണി നീ ചെയ്യാൻ പാടില്ല, അത് നീ ചെയ്തു. മക്കൾക്ക് നിങ്ങൾ കാരണമായി അയവുണ്ടാവരുത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു നല്ല പേരിടാൻ വല്ല പ്രയാസം ഉണ്ടായിരുന്നു നിനക്ക്? അതിന് വലിയ പണച്ചെലവുണ്ടോ? കുട്ടിക്കൊരു നല്ല പേര്, സ്വാലിഹീങ്ങളെ പേരുമായി ബന്ധപ്പെട്ട പേരിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കുഞ്ഞിനിക്കൊരു പേരിടുമ്പോൾ പോലും ലേറ്റസ്റ്റ് പേരല്ലാതെ എന്തെങ്കിലും ഒരു നല്ല പേര്, ഒരു സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട പേരിടാനുള്ള സന്മനസ് നീ കാണിച്ചില്ല. ഇതൊക്കെ നമ്മളും പ്രതികളാട്ടോ. ഉമറുൽ ഫാറൂഖി പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ പെടും. നിങ്ങളൊക്കെ മക്കളെ പേരാലോചിച്ച് നോക്കൂ. ഏത് സ്വാലിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേരാ? ആരെ പേരാ? പന്തളിക്കാരന്റെ പേരോ, അതോ സിനിമ നടന്റെ പേരോ, അതോ ക്രിക്കറ്റ് കളിക്കാരന്റെ പേരോ, അതല്ലെങ്കിൽ ബാപ്പാന്റെയും ഉമ്മാന്റെയും പേര് കൂട്ടിച്ചേർത്തിണ്ടാക്കിയ? മുമ്പ് ഒരു മുഫത്തിഷ് പ്രസംഗിക്കുന്നത് കേട്ടിരുന്നു. ഒരു കുട്ടിക്ക് പേരിട്ടത്, ഉപ്പാന്റെ പേര് ബാവ എന്നവനെ വിളിക്കല്, ഓമന പേര് വിളിക്ക ബാവ. ഉമ്മാന്റെ പേര് സൂറയും ബാവയും. അവ രണ്ടാളെ പേരും കൂടി എടുത്തിട്ട് കുട്ടിക്ക് പേരിട്ടു. ബാവയും സൂറയും, ബാസൂറ എന്ന് പേരിട്ടു. ബാസൂറ എന്ന് പറഞ്ഞാൽ മൂലക്കുരു എന്നതിന്റെ അർത്ഥം, ഒരു രോഗത്തിന്റെ പേരാണ്. ഈ രൂപത്തിലൊക്കെ ഉമ്മാന്റെ പേരും ബാപ്പാന്റെ പേരും കാരണോലെ പേരും ഒക്കെ കൂട്ടിയിട്ട് പേരിട്ടാൽ അതൊന്നല്ല. സുഹൃത്തുക്കളെ, നല്ലപോലെ ശ്രദ്ധിച്ചോ. ഈ ലേറ്റസ്റ്റ് ഒക്കെ കുറച്ചാലും ദുന്യാവിലുണ്ടാവും. നാളെ പരലോകത്ത് വിളിക്കുന്ന പേരാത്. അവിടുന്ന് അയപ്പാൻ പാടില്ല. ഉപ്പാന്റെ മുഖത്തേക്ക് ഒരു നോട്ടുണ്ട്. നല്ല പേരിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരാണ് മക്കൾ ചോദിക്കാം, ഉപ്പ എന്റെ പേര് നിങ്ങളല്ലിട്ട്. ആ, എന്തായാലും അർത്ഥം എനിക്കും അറിയില്ലടോ. എന്തൊരു നാണക്കേടായി. ഒരു നല്ല പേരിടാൻ എന്താ പ്രയാസം? ഇത് 3 കാര്യങ്ങളിൽ പ്രധാനമായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നല്ല പേരിടണം, ഖുർആൻ പഠിപ്പിക്കണം, ഉമ്മാനെ കൊണ്ട് മക്കൾക്ക് അയ്ബുണ്ടാവരുത്, ആ രൂപത്തിലുള്ള പെണ്ണായിരിക്കണം കെട്ടേണ്ടത്. ഈ 3 കാര്യങ്ങളും പ്രാധാന്യത്തോടുകൂടെ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹിയും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മിൻ ഹഖിൽ വലദി അലൽ വാലിദി, ഒരു ഉപ്പ മക്കൾക്ക് ചെയ്യേണ്ട കടമയിൽപ്പെട്ടതാണ് സലാസത്തു അശിയാ, 3 കാര്യങ്ങൾ മാതാപിതാക്കളെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമതായി ആരംഭ റസൂലുള്ള പറയാണ്, അയ്യഹ്സിനസ്മഹു, അവന്റെ പേര് നന്നാക്കണം കേട്ടോ. ഒന്നാമതായി റസൂലുള്ള പറയാണ്, മക്കളുണ്ടാകുമ്പോൾ ഒരു നല്ല പേരെങ്കിലും മക്കൾക്ക് ഇട്ടുകൊടുക്കണം. എന്തെങ്കിലും പേരാവരുത് മക്കൾക്ക്. ലേറ്റസ്റ്റ് മാത്രം തേടി അമേരിക്കക്കാരന്റെയും പാശ്ചാത്യരുടെയും പിറകെ പോവരുത്. ഒരു സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട നല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട പേരിട്ടോ. ഈ മക്കളെങ്ങാനും നാളെ വടക്കായി കഴിഞ്ഞാൽ, മോശമായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൈകടിക്കുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങൾക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് മക്കൾ നന്നായി തീരാനുള്ള എല്ലാ മേഖലകളും ശ്രദ്ധിക്കണം. ഒന്നാമതായി ആരംഭ റസൂല് പറഞ്ഞത് യുഹ്സിനസ്മഹു, നല്ല പേരിട്ട് കൊടുക്കണം. മുഹമ്മദ് എന്ന പേര് അബ്ദു കൂട്ടിയിട്ട് അബ്ദുറഹ്മാൻ, അബ്ദുള്ള, അബ്ദുൽ ബാഖി എന്ന് തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പേരുകൾ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയുഅല്ലിമുൽ കിതാബ് ഇദാ അഖല, അവന് ബുദ്ധി വന്നു കഴിഞ്ഞാൽ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ദീനീ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്തെ കടമ വയുസവ്വിജഹു ഇദാ അദ്റക, പെണ്ണ് കെട്ടേണ്ട സമയമാകുമ്പോൾ പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. കെട്ടിക്കേണ്ട സമയമാകുമ്പോൾ കെട്ടിച്ചു കൊടുക്കണം.
ഇത് പെൺകുട്ടികളെ കെട്ടിക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ മിടുക്കന്മാരാണ്. പെൺകുട്ടികളെ 14, 15, 16 വയസ്സാകുമ്പോഴേക്കും ഭർത്താവിനെ തെരഞ്ഞു നടന്നു കെട്ടിച്ചയക്കുന്നു. ആൺകുട്ടികൾ മൂക്കിൽ പല്ല് മുളക്കുന്നത് വരെ കാത്തിരിക്കും. ഇത്ര സമയം വരെ 30 വയസ്സായിട്ടും പെണ്ണ് കെട്ടാത്തവർ 28 വയസ്സായിട്ടും ചോദിച്ചാൽ പറയാ ഓൻ ചെറിയ കുട്ടിയാ, അവൻ ആകുന്നേ 28 വയസ്സേ, ഇപ്പോഴും ഓൽക്ക് ചെറുതാ. പഴയ കാലല്ല, ഇപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ മൊബൈൽ ഫോൺ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇന്റർനെറ്റിലേക്ക് കയറിയിട്ടേ നഗ്നത കണ്ട് ആസ്വദിക്കുന്ന കാലാന്ന്. അതുപോലെ തന്നെ എവിടെ തിരിഞ്ഞാലും ഭൂമി ലോകം ആകെ സെക്സ് മയമുള്ള ലോകമാണ്. എവിടെ ചെന്നാലും കാണുന്നതും സെക്സ്, കേൾക്കുന്നതും സെക്സ്, ചിന്തിക്കുന്നതും സെക്സ്. 24 മണിക്കൂറും ചവിട്ടില് പാട്ടാണ്, 24 മണിക്കൂറും കവിത, പാട്ടുകൾ. നമ്മളെ മക്കളെ സ്ഥിതിയാണത്. ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ, ചെറുപ്പത്തിൽ തന്നെ തടഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമെന്താണ്? കുട്ടികൾ നശിക്കും. ഒരു പാട്ടല്ലേ, എന്താണ് ഈ പാട്ട് നിങ്ങൾ കേട്ടോണം. ഇപ്പൊ മകന്റെ മൊബൈൽ ഫോൺ അടിച്ചു നോക്കി, എന്താ കേട്ട്? കരളെ പൊന്നെ എന്നുള്ള ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗപ്പാട്ട്, ഏതോ ഒരു കാമുകിയെ അഭിമുഖീകരിക്കുന്ന ഒരു പാട്ടായിരിക്കും. ബാപ്പ വിളിച്ചാലും അതെന്നെ കേൾക്കണേ, ഉമ്മ വിളിച്ചാലും അതെന്നെ കേൾക്കണേ. ഈ റിംഗിൻ ടൂണ് മാറൂലല്ലോ. ഞമ്മക്കും പ്രശ്നമല്ല, വാപ്പാക്കും പ്രശ്നമല്ല, മക്കൾക്കും പ്രശ്നമില്ല. കാരണം എന്താ? കേട്ട് 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 തയമ്പിച്ചു. അള്ളാന്റെ റസൂലിനെ പറ്റി എന്ത് പറയുന്നു? പാട്ടിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോക്കൂ നിങ്ങൾ, അൽ ഗിനാഉ, പാട്ട്, പ്രേമപ്പാട്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുന്ന പാട്ട്, പ്രേമപ്പാട്ടുകൾ. മനുഷ്യർക്ക് ബുദ്ധിപരമായി ചിന്തിക്കാനും വികസിക്കാനും യാതൊരു സാധ്യതയും ഇല്ലാത്ത പാട്ടുകൾ. അങ്ങനത്തെ നല്ല കവിതകളുണ്ട്, ബുദ്ധിപരമായി പ്രാധാന്യം കൊടുക്കുന്ന കവിതകൾ. അതുപോലെ തന്നെ ഒരുപാട് നല്ല ആശയങ്ങളുള്ള കവിതകൾ. അതിനെപ്പറ്റിയല്ല പറയുന്നത്. മനുഷ്യനെ വെറും ആനന്ദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രേമങ്ങൾ, സെക്സുകൾ, സ്ത്രീ സൗന്ദര്യം, ഇങ്ങനെയുള്ള പാട്ടുകൾ. അൽ ഗിനാഉ, പാട്ട്, യുംബിത്തുൻ നിഫാഖ ഫിൽ ഖൽബി, മനുഷ്യന്റെ ഹൃദയത്തിൽ കാപ്പട്യത്തെ മുളപ്പിക്കും, കപടവിശ്വാസത്തെ മനുഷ്യന്റെ കൽബിൽ മുളപ്പിക്കും. കമാ യുംബിത്തുൽ മാഉ വസ്സർഅ, വെള്ളം ചെടികളെ മുളപ്പിക്കുന്നത് പോലെ. നിങ്ങൾ ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുത്താൽ, പുല്ലിന് വെള്ളം പാർന്നു കൊടുത്താൽ, ആ പുല്ലുകളും ചെടികളും എങ്ങനെയാണോ വെള്ളം കിട്ടുമ്പോൾ വളരുന്നത്, അതുപോലെ പാട്ട് കേൾക്കുമ്പോൾ മനുഷ്യന്റെ കൽബിലുള്ള കപട വിശ്വാസം വളരുകയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മോശപ്പെട്ട പാട്ടുകൾ, ഹറാമായ കവിതകൾ, ഹറാമായ പാട്ടുകൾ. ഈ പാട്ടുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ഹൃദയത്തിൽ മോശപ്പെട്ടത് വളരുകയാണ്, തിന്മകൾ വളരുകയാണ്, കാപ്പട്യം വളരുകയാണ്. പുല്ല് നനച്ചു കൊടുക്കുമ്പോൾ പുല്ല് വളരുന്നത് പോലെ, ചെടി വളരുന്നത് പോലെ കാപ്പട്യം കൽബിൽ വളരുമെന്ന് പറയുന്നത് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ നോക്കൂ നിങ്ങൾ, കിടന്നുറങ്ങും എന്താ സ്ഥിതി? മകൻ നല്ല ഉറക്കിലാണ്, അല്ലെങ്കിൽ മകള് നല്ല ഉറക്കിലാണ്, അപ്പോഴും ഉണ്ടാവും ചെവിട്ടില് എയർപോർട്ട്. ഓ നല്ല ഉറക്കില്ല, പാട്ട് പടം ഉറക്ക് നടക്കുന്നുണ്ടാവും. കാരണം റേഡിയോയിലൊക്കെ 24 മണിക്കൂറും പാട്ടാണ്. അതെ, നിഫാക്ക്, കാപ്പട്യം ഇങ്ങനെ മുളക്കും. നിഫാക്ക് ഇങ്ങനെ ചെടി മുളക്കുന്നത് പോലെ, പാട്ട് വെള്ളം നനച്ചു കൊടുക്കുന്നത് പോലെയാണ്. തിന്മകൾക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നത് പോലെ അത് വളരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു മഹാൻ പറഞ്ഞിട്ടുള്ളത്, അൽ ഗിനാഉ റുഖിയത്തുസ് സിനാ, അൽ ഗിനാഉ റുഖിയത്തുസ് സിനാ, പാട്ടെന്ന് പറയുന്നത് വ്യഭിചാരത്തിലേക്കുള്ള മന്ത്രമാണ്. വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് പാട്ട്. ഈ പാട്ടുകൾ, പ്രേമപ്പാട്ടുകൾ, സിനിമാ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ, അതിങ്ങനെ കേൾക്കുന്ന സന്ദർഭത്തിൽ, പ്രേമപ്പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോ വ്യഭിചാരത്തിലേക്കുള്ളൊരു മന്ത്രചൂതലാണ് നടക്കുന്നത്. വ്യഭിചാരത്തിലേക്കുള്ള മന്ത്രമാണ് റുഖിയത്തുസ് സിനാ, സിനയുടെ മന്ത്രമാണ് പാട്ടുകൾ. ഇങ്ങനെ വൃത്തികെട്ട പാട്ടുകൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ ആസ്വദിക്കുന്നു. രക്ഷിതാക്കൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. അത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് കൽബിൽ നടത്തുന്നത്. ആ രൂപത്തിൽ വളർന്നു വരുമ്പോൾ, ആ രൂപത്തിൽ ചിന്തിച്ചും അനുഭവിച്ചും വളർന്നു വരുമ്പോൾ ഭാവിയിൽ ഒരു നല്ല ജീവിതം വഴിതെറ്റുകയാണ്. മാനസികമായി വൈകല്യമുള്ളവരായി നമ്മുടെ കുട്ടികൾ വളരുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നല്ല പെരുമാറ്റ രീതി രക്ഷിതാവിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടണം. അതിലേറ്റവും പ്രധാനം, ഏറ്റവും പ്രധാനം, എക്കാലത്തും പ്രധാനം, സ്നേഹം എന്ന് പറയുന്ന മഹത്തായ വികാരം മക്കൾക്ക് കൈമാറലാണ്.
അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിത്തുടങ്ങണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ വുദ്ദ യതവാറസു, ഇന്നൽ വുദ്ദ യുതവാറസു. സ്നേഹം എന്ന് പറയുന്നത് അനന്തരമായി കൈമാറ്റപ്പെടുന്നതാണ്, അനന്തരമായി കൈമാറപ്പെടുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്ന വികാരം. അതുകൊണ്ട് ചെറുപ്പത്തിൽ ധാരാളമായി മക്കളുടെ ഉള്ളിലേക്ക് സ്നേഹം കേറ്റണം. ധാരാളമായി സ്നേഹം മക്കളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചാൽ ആ മക്കളുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയും. ലോകത്തിനെ മുഴുവനും സ്നേഹിക്കാനുള്ള സ്നേഹത്തിന്റെ ഒരു ശേഖരമായി നമ്മുടെ മക്കളുടെ മനസ്സ് മാറണം. അതിന് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. മനസ്സിൽ സ്നേഹമുണ്ടായതുകൊണ്ടായില്ല, സ്നേഹം തുറന്നു പ്രകടിപ്പിച്ചുകൊണ്ട്, സ്നേഹം മക്കളെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട്, തുറന്നു പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളമായി സ്നേഹം നമ്മുടെ മക്കളുടെ കൽവിലേക്ക് അങ്ങനെ കടത്തിവിട്ടാൽ ആ മക്കളുടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും മാത്രം സ്നേഹത്തിന്റെ സുന്ദരമായ തലോടലാകുമ്പോൾ ആ മക്കളുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയും. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്ഥിതിയുള്ളവരായി നമ്മളെ മക്കൾ മാറും. സ്നേഹം കൊടുക്കും. സ്നേഹം എത്ര കൊടുത്താലും മക്കൾ വൈതെറ്റില്ല. നിങ്ങൾ വിചാരിക്കണ്ട. അത് ലാളിച്ചു മോശാക്കുക എന്ന് പറഞ്ഞാൽ, ഈ ലാളിച്ചു മോശാക്കുക എന്ന് പറയുന്നത് സത്യവും അസത്യവും വേർതിരിക്കാതെ വേണ്ടത് മുഴുവൻ അങ്ങ് ചെയ്തു കൊടുക്കലാണ്. എന്ത് ചെയ്താലും അവനെ ന്യായീകരിക്കുക. ചില രക്ഷിതാക്കൾ അങ്ങനെ ഉണ്ട്. മകൻ ചെയ്തത് മഹാവൃത്തികേടാണെങ്കിലും മകന്റെ കൂടെ ഒന്ന് എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, ഓൻ അങ്ങനെയല്ല. അതാണ് ആ പറഞ്ഞത്. അതല്ലാതെ സ്നേഹം എത്ര കൊടുത്താലും മക്കൾ വഷളാവില്ല. സ്നേഹം എത്ര കണ്ട് ചെറുപ്പത്തിൽ കിട്ടുന്നുവോ അതാണ് മക്കളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. നമ്മുടെ കുട്ടി അവന്റെ ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, അയൽവാസികളെ സ്നേഹിക്കണം, ജനങ്ങളെ സ്നേഹിക്കണം, അന്യമതസ്ഥരെ സ്നേഹിക്കണം, ജീവജാലങ്ങളെ സ്നേഹിക്കണം, എല്ലാത്തിനെയും സ്നേഹിക്കുന്നവനാവണം. അതിന് ചെറുപ്പത്തിൽ ധാരാളം സ്നേഹം മക്കളുടെ കൽബിലേക്ക് സന്നിവേശിപ്പിക്കണം. അത് മാത്ര വഴി. സ്നേഹം യുതവാറസു എന്ന് പ്രവാചകൻ പറയുന്നു. അത് അനന്തരമായി കൈമാറപ്പെടുന്നതാണ്. അത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആളുകൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ. എനിക്ക് കൊടുക്കണമെങ്കിൽ എന്റെ കയ്യിലുള്ളതേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. എന്റെ കയ്യിലില്ലാത്തത് കൊടുക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ധാരാളം സ്നേഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കൊടുക്കാൻ കഴിയും. ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാത്ത ആളുകൾക്ക് അവരെ കയ്യിലില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാനാവില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഇഷ്ടം പോലെ സ്നേഹം മക്കൾക്ക് കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മദീന പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ അള്ളാന്റെ റസൂല് സുജൂദിൽ നിന്ന് തലപൊക്കുന്നത് കാണുന്നില്ല. സുജൂദ് ഒരുപാട് സമയം നീണ്ടുപോവുകയാണ്. സഹാബത്ത് ബേജാറായി പോയി. എന്തൊരു സുജൂദാണിത്, സുജൂദിൽ നിന്ന് തലപൊക്കുന്നത് കാണുന്നേയില്ല. കുറെ കഴിഞ്ഞതിന്റെ ശേഷമാണ് നബി തങ്ങൾ സുജൂദിൽ നിന്ന് തലപൊക്കി അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടിയത്. സലാം വീട്ടി കഴിഞ്ഞതിന്റെ ശേഷം സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പതിവിന് വിപരീതമായി അങ്ങയുടെ ഒരു സുജൂദ് ഒരുപാട് സമയം നീട്ടി ചെയ്തല്ല നബിയേ. എന്താണ് ആ സുജൂദിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു സുജൂദ് മാത്രം ഏറെ സമയം നീട്ടി ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇന്നബ്നീ ഖദിർതഹലനീ. സുജൂദ് നീട്ടി ചെയ്യാനുണ്ടായ കാരണം എന്റെ കൊച്ചുമകൻ ഹുസൈൻ എന്നെ വാഹനമാക്കി അവൻ എന്റെ കഴുത്തിൽ കയറിയിരുന്നു. അതാ ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മുട്ടുകുത്തി പള്ളിയിലേക്ക് വരുമ്പോ ഉപ്പാപ്പ സുജൂദിൽ കിടക്കുകയാണ്. ഉപ്പാപ്പ സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോ ഉടനെ കയറിയിട്ട് കഴുത്തിൽ അവിടെ ഇരുന്നു. എന്നിട്ട് ഒട്ടകപ്പുറത്തിരിക്കുന്നത് പോലെ, കുതിരപ്പുറത്തിരിക്കുന്നത് പോലെയുള്ള കളി. അന്ന് ഒട്ടകം കുതിരയാണല്ലോ. ആ കളി ഇങ്ങനെ തുടങ്ങി. നബി പറഞ്ഞു, ഞാൻ തലപൊക്കിയില്ല. എന്തേ തലപൊക്കാതിരുന്നത്? തലപൊക്കിയാൽ എന്റെ കുട്ടിയുടെ കളി മുടങ്ങിപ്പോകും, എന്റെ കുട്ടിക്കത് വിഷമമാകും, എന്റെ കുട്ടിയുടെ കളി മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ട് കുട്ടിയുടെ കളി മുടങ്ങാതിരിക്കാൻ ഞാൻ സുജൂദിൽ തന്നെ കടന്നു കൊടുത്തു സഹാബത്തെ. കുറെ കഴിഞ്ഞു എന്റെ മകൻ കളിച്ച് കളിച്ച് മതിയായി ഉപ്പാപ്പാന്റെ കഴുത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ തല ഉയർത്തിയത്. നബിയുനാ റസൂലുള്ളാഹി. എന്തൊരു സ്നേഹമാണ്! ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല. അതേറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിലായിട്ട് പോലും. കാരണം എന്താണ്? നമ്മുടെ പിഞ്ചോമന മക്കളുടെ മനസ്സെന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയുടെ ചിറക് പോലെ മൃദുലമാണ്.
പൂമ്പാറ്റയുടെ ചിറക് കാണാൻ എന്തൊരു ഭംഗിയാണ്. കുട്ടിയുടെ മനസ്സിനുണ്ടാകുന്ന നെഗറ്റീവ് ഫീലിങ്സ് ഒരുപാട് സമയം അങ്ങനെ തന്നെ കിടക്കും. അത് മായ്ക്കപ്പെടാൻ കഴിയില്ലെന്നുള്ളതാ പ്രത്യേകത. തേച്ച് മാച്ച് കളയാൻ കഴിയില്ല. ഒരുപാട് കാലം മനസ്സിൽ നിൽക്കും. മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇങ്ങനെ കലമ്പലേൽക്കുന്ന കുട്ടികൾ, അവഗണിക്കപ്പെടുന്ന കുട്ടികൾ, ചീത്ത കേൾക്കുന്ന കുട്ടികൾ സ്വയം മനസ്സിലാക്കും, എന്നെ ഒന്നിനും കൊള്ളില്ല. എവിടെ ചെന്നാലും ചീത്ത പറച്ചിലാണ്, എവിടെ ചെന്നാലും ആക്ഷേപമാണ്, എവിടെ ചെന്നാലും കുറ്റം പറച്ചിലാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, ഞാൻ ഒന്നിനും പറ്റാത്തവനാണ് എന്നൊരു തോന്നൽ നമ്മുടെ മക്കൾക്കുണ്ടായാൽ കുട്ടികൾക്ക് രംഗത്ത് വരാൻ കഴിയില്ല. കുട്ടികൾക്ക് രംഗത്ത് വരാനും മുന്നേറാനുമുള്ള മനസ്സ് നഷ്ടപ്പെടും. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന ചിന്ത കുട്ടിക്ക് വന്നാൽ ആ കുട്ടിയുടെ ഭാവി മുരടിച്ചുപോയി. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്ന വികാരം ധാരാളമായി മക്കൾക്ക് എത്തിച്ചു കൊടുക്കണം. പ്രവാചക നിസ്കാരത്തിൽ പോലും കുഞ്ഞുങ്ങളെ എടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മക്കൾ വന്നാൽ മക്കളോടുള്ള വാത്സല്യം കൊണ്ട് മക്കളൊന്ന് ഉപ്പാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ നബിന്റെ മനസ്സലിയും. കുഞ്ഞുങ്ങളെ എടുത്ത് ഒക്കത്ത് കിട്ടും, എന്നിട്ട് നിസ്കരിക്കും. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റുക്കൂഇലേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ താഴെ വെക്കും. സുജൂദും റുക്കൂവും കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും കുഞ്ഞിനെടുത്ത് ഒക്കത്ത് കെട്ടും. 3 അനക്കം തുടർച്ചയായിട്ട് അനങ്ങാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. 3 ഇളക്കം തുടർച്ചയായിട്ട് ഇളകിയെങ്കിലേ നിസ്കാരം ബാത്തിലാകൂ. അങ്ങനെ 3 ഇളക്കം ഇളകാത്ത രൂപത്തിൽ നിസ്കാരത്തിൽ കുഞ്ഞുങ്ങളെ എടുത്ത് ഒക്കത്ത് കെട്ടുകയും കുഞ്ഞുങ്ങളെ താഴെ വെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. എന്തൊരു വാത്സല്യം! മക്കളെ എപ്പോഴും ചുംബിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവമാണ്. നബി തങ്ങൾ ചിലപ്പോൾ ഓടിയിട്ട് പറയും, നിങ്ങളെ കൂട്ടത്തുനിന്ന് ആദ്യം വന്ന് എന്നെ തൊടുക ആരാണ് എന്ന് പറഞ്ഞ് നബി ഓടുന്ന. അപ്പൊ കുട്ടികൾ ഓടും നബിനെ തൊടാൻ വേണ്ടി. ഈ രൂപത്തിലുള്ള കുട്ടികളോടുള്ള തമാശകൾ അതൊക്കെ നമുക്കുമാവാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളുമായി അടുക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, മോനെ, നിന്റെ ആ കുഞ്ഞിക്കിളിയുടെ നിന്റെ കുഞ്ഞിക്കിളിയുടെ കഥ എന്താണ്? ഒരു കിളിയെ പോറ്റിയിരുന്നു ആ കുട്ടി. അപ്പൊ ചോദിക്കും, ആ കിളിയുടെ സ്ഥിതി എന്താണ്? സുഖവിവരം അന്വേഷിക്കുന്നു. എന്താണത്? ഒരു കുട്ടിയുടെ മനസ്സറിയുകയാണ് പ്രവാചകൻ. അതുകൊണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ മനസ്സറിയണം. മക്കളുടെ മാനസിക തലം മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരെ പേടിപ്പിക്കാൻ ശ്രമിക്കാവൂ. ഒരിക്കലും പേടിപ്പിക്കരുത്. നമ്മൾ ഭീഷണിപ്പെടുത്തുമ്പോഴും പേടിപ്പിക്കുമ്പോഴും ആ കുട്ടികളെ മനസ്സുകൾക്ക് മുറിവേൽക്കുന്നുണ്ട്, നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അത് കുട്ടികളുടെ മനസ്സിനെ ഒരുപാട് കാലം ബാധിക്കും, സ്വാധീനിക്കുന്ന. പല കുട്ടികളും നശിക്കാനും ഒരു നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനുള്ള ആവേശം നഷ്ടപ്പെടുന്നതും പഠനത്തിൽ താല്പര്യം കുറയുന്നതുമൊക്കെ ഇത്തരം പെരുമാറ്റം, നമ്മൾ ചെറുതായി കാണുന്ന പെരുമാറ്റ രീതിയാണ് അതിന് കാരണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, റീഹുൽ വലദി മിൻ റീഹിൽ ജന്ന. കുട്ടികളുടെ മണം സ്വർഗത്തിന്റെ മണമാണ്. പിഞ്ചോമന മക്കളെ മണക്കുമ്പോൾ, അവരെ ചുംബിക്കുമ്പോൾ കുട്ടികളുടെ മണം സ്വർഗത്തിന്റെ മണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണത്. അങ്ങനെ കുട്ടികളെ സ്നേഹിക്കുകയും മക്കളെ ചുംബിക്കുകയും ധാരാളമായി ചുംബിക്കുമായിരുന്നു നബി തങ്ങൾ കുട്ടികളെ. അത് കുട്ടികളുമായുള്ള ആ സ്നേഹബന്ധം കൈമാറുകയാണ്. കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകാൻ അത് കാരണമാവുകയാണ്. പിതാവിന്റെ തൊടലും പിതാവിന്റെ തലോടലും മുസാഫഹത്ത് ചെയ്യലും മക്കളെ കെട്ടിപ്പിടിക്കലും മക്കളെ ചുംബനം ചെയ്യലും, ഇതൊക്കെ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം. എനിക്കെന്റെ മാതാപിതാക്കൾ അന്യരല്ല എന്നൊരു തോന്നൽ മക്കൾക്കുണ്ടാവണം. അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ മുന്നോട്ട് വരാതിരിക്കുമ്പോൾ കുട്ടികളുമായി സംസാരിക്കാൻ, പ്രത്യേകിച്ച് കുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കാനുള്ള ക്ഷമ പോലും ഇന്ന് രക്ഷിതാക്കൾക്കില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത് അവരടുക്കൽ വലിയ കാര്യമാണ്. ആ കുട്ടികളെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ അവരവതരിപ്പിക്കുന്നത് വലിയ പ്രശ്നമാണ്. അവരൊരു വലിയ കാര്യം രക്ഷിതാക്കളുടെ മുമ്പിൽ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേ നീ ഒന്നും മിണ്ടാതിരിക്കണോ, എന്ത് പൊട്ടത്തരായി പറയുന്നു, നിന്നെ പോലത്തെ മണ്ടന്മാർ. വളരാൻ അനുവദിക്കാതെ അടിച്ചു താഴ്ത്തി ആ കുട്ടിയെ. അതുകൊണ്ട് രക്ഷിതാവിന്റെ ഒരു പ്രധാന ശ്രദ്ധക്ക് പറയാണ്, ഏറ്റവും ചുരുങ്ങിയത് മക്കള് പറയുന്നത് കേൾക്കാനെങ്കിലും നമ്മൾ സമയം കാണും.
കുട്ടികൾക്ക് പറയാനുള്ളത് അവർ പറയട്ടെ. അവരുടെ കൊച്ചു മനസ്സിൽ രൂപാന്തരപ്പെടുന്ന കാര്യങ്ങൾ, അവരുടെ കൊച്ചു മനസ്സിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ മക്കൾ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുമ്പോൾ ഇടക്ക് കയറി പറഞ്ഞുകൊണ്ട് കുട്ടികളെ നിരുത്സാഹപ്പെടുത്താതെ അവര് പറയുന്നത് മുഴുവനും താല്പര്യപൂർവ്വം ക്ഷമയോടുകൂടെ കേട്ടിരിക്കുക. നിങ്ങളെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. വീണ്ടും വീണ്ടും അവർ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും അവരെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാനും അവർ നിങ്ങളോട് താല്പര്യം കാണിക്കും. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും രക്ഷിതാക്കളോട് കൂടിയാലോചിക്കുന്ന ഒരു ചുറ്റുപാട് മക്കൾക്കുണ്ടാകും. അതുണ്ടായാൽ മക്കൾ വഴിതെറ്റൂല. ഇന്നത്തെ സ്ഥിതി എന്താണ്? മക്കൾക്ക് തുറന്ന് സംസാരിക്കാൻ ആളുകളിൽ. മക്കളുടെ ആശയങ്ങൾ, മക്കൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതൊന്ന് തുറന്ന് സംസാരിക്കാൻ മക്കൾക്ക് ഉമ്മാനെ കിട്ടുന്നില്ല, ഉപ്പാനെയും കിട്ടുന്നില്ല. ഒരൊറ്റ കാരണം കൊണ്ട് മക്കൾ വഴിതെറ്റും. വഴിതെറ്റാൻ കാരണം അവരുടെ ആശയങ്ങൾ കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവര് പുറത്തു പോയിട്ട് മറ്റാരെങ്കിലുമായിട്ടായിരിക്കും ഇത് കൈമാറുക. അവരെക്കാൾ പ്രായത്തിന് മുതിർന്ന ആളുകളുമായി, അവരെക്കാൾ വയസ്സുമൂത്ത ആളുകളുമായി ഇത് കൈകാര്യം ചെയ്യും. അവരിന്നൊരു പക്ഷേ നല്ല മറുപടിയാവില്ല, നല്ല ദിശയിലേക്കുള്ള നയിക്കലാവില്ല ഉണ്ടാവുക. അത് നമ്മളെ മക്കൾ വഴിതെറ്റാൻ കാരണമാകുന്നു. അതുകൊണ്ട് കുട്ടികൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു അവസരം, അതിനുള്ളൊരു മനസ്സ്, സന്മനസ്സ് രക്ഷിതാക്കൾ കാണിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, റഹിമല്ലാഹു വാലിദാ അഅന വലദഹു അലാ ബിർരിഹി നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് നല്ലപോലെ ശ്രദ്ധിക്കണം. റഹിമല്ലാഹു വാലിദാ, ഒരു രക്ഷിതാവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഒരു പിതാവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഅന വലദഹു അലാ ബിർരിഹി, അഅന വലദഹു, അവന്റെ മകനെ അവൻ സഹായിച്ചു, അല്ലെങ്കിൽ അവന്റെ മകളെ അവൻ സഹായിച്ചു. അലാ ബിർരിഹി, അവന് ഗുണം ചെയ്യാൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ മക്കളെ സഹായിക്കുന്ന പിതാവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ കാരണമായി നമ്മുടെ മക്കൾ നമ്മളെ വെറുപ്പിക്കുന്നവരാവരുത്. നമ്മുടെ പെരുമാറ്റ ദൂഷ്യം, നമ്മുടെ സ്വഭാവ ദൂഷ്യം മക്കൾ നമ്മളെ വെറുപ്പിക്കാൻ കാരണമായേക്കും. അത് മുഖേന മക്കൾക്ക് നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകും. അതുകൊണ്ട് മക്കൾക്ക് നരകത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്ന രക്ഷിതാക്കളായി നിങ്ങൾ മാറരുതേ. നിങ്ങളെ മക്കളെ നന്നായി തീരാൻ നിങ്ങൾ സഹായിക്കണം. ആ സഹായം എന്താണ്? മക്കളുമായി അടുത്ത ബന്ധം വേണം. എല്ലാ കാര്യങ്ങളും മക്കളുമായി ചർച്ച നടത്തണം. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മക്കൾ അറിയണം. മക്കളെ നിങ്ങളൊരു കൂട്ടുകാരനെ പോലെ കാണണം. ഒരു വലിയ മറ, ഒരു വലിയ മതിൽക്കെട്ട് ഉപ്പാന്റെയും മക്കൾക്കും ഇടയിൽ ഉണ്ടാവരുത്, ഉമ്മാന്റെയും മക്കൾക്കും ഇടയിൽ ഉണ്ടാവരുത്. തുറന്ന് സംസാരിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ആ സമയത്ത് ഒരുമിച്ച് സംസാരിക്കുകയും പരസ്പരം സ്നേഹപ്രകടനങ്ങൾ നടത്തുക. ഭക്ഷണം അങ്ങോട്ട് ഇട്ടുകൊടുക്കുക, കറി വാർന്നു കൊടുക്കുക, സ്നേഹം കൈമാറുക. അതുപോലെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായാൽ മക്കൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ അവർ തയ്യാറാവും. അതല്ലെങ്കിൽ അതെങ്ങനെ ഉപ്പാനോട് പറയാം, അതെങ്ങനെ ഉപ്പാനോട് ചോദിക്കാം, അതെങ്ങനെ ഉമ്മാനോട് പറയാം എന്ന നിലക്ക് കുട്ടികൾ നമ്മളുമായി ക്രമേണ അകന്ന് അവരുടെ മനസ്സിൽ രൂപാന്തരപ്പെടുന്ന സംഘർഷങ്ങളൊക്കെ അടക്കി ഒതുക്കി വെച്ചൊന്നിരിക്കൽ മാനസിക വൈകല്യമുള്ളവരാവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൃത്തികെട്ട കൂട്ടുകെട്ടിലേക്ക് ക്രമേണ അവരെ വലിച്ചഴക്കപ്പെടുകയോ സംഭവിച്ചേക്കാം. അങ്ങനെയാണ് നല്ലൊരു ശതമാനം കുട്ടികളും ഇന്ന് നശിക്കുന്നത് എന്നാണ്. നല്ല തറവാട്ടിൽ പറഞ്ഞ കുട്ടികൾ, നല്ല സാമ്പത്തികമായ ഭദ്രതയുള്ള കുട്ടികൾ, പക്ഷേ ആ കുട്ടികളെ രക്ഷിതാക്കൾക്ക് അവരെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഭൗതികമായ എന്താവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കും, പണം എത്ര വേണമെങ്കിലും കൊടുക്കും. ഈ അടുത്ത് പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയ ഒരു കഥയുണ്ട്. ഒരു പെൺകുട്ടി 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. 3ാമത്തെ പ്രാവശ്യവും ഞരമ്പ് മുറിച്ചുകൊണ്ട് ആത്മഹത്യാശ്രമം നടത്തി +2കാരി പെൺകുട്ടി. അന്ന് ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, രക്ഷിതാക്കളോട് പറഞ്ഞു, ഈ കുട്ടിയെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയെ എന്തോ കാര്യമായി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണിക്കണം. അങ്ങനെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ വിദഗ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കലെത്തി. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ കഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ടുവന്നു. മനഃശാസ്ത്രജ്ഞർ ശാസ്ത്രീയമായി ആ കുട്ടിയുമായി അടുത്ത് അവളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ തുടങ്ങി. മോളെ, 3 പ്രാവശ്യമായില്ലേ നീ മരണത്തെ ആഗ്രഹിക്കുന്നു?
ആത്മഹത്യയിലേക്ക് നീ 3 പ്രാവശ്യമായില്ലേ എടുത്തു ചാടുന്നു. ഇതിന് കാരണം എന്താ? മൂക്കെന്താ പ്രശ്നം? കുട്ടി പറഞ്ഞു, എന്നെ ആർക്കും വേണ്ടാത്ത, അച്ഛനും വേണ്ട, അമ്മക്കും ആർക്കും വേണ്ട. ഞാനെന്തിനാ ജീവിക്കണം? ജീവിതം മടുത്തു, എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. നിങ്ങൾ ആരും എന്നെ മരിക്കാനും സമ്മതിക്കൂല. കുട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പൊ മോളോട് വളരെ സൗമ്യമായി ചോദിച്ചു, കുട്ടി പറയുന്നത് മനസ്സിലായില്ലല്ലോ, നിന്റെ അച്ഛന് നിന്നെ വലിയ കാര്യമാണല്ലോ, നിന്റെ അമ്മക്ക് വലിയ ഇഷ്ടമാണല്ലോ. ആര് പറഞ്ഞു? നിങ്ങൾക്കറിയാം എൻ്റെ അച്ഛന് ഇഷ്ടമാണ്. ഞാനല്ലേ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നു, അമ്മൻ്റെ കൂടെ ജീവിക്കുന്ന ഞാനല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോളൊന്ന് പറയൂ, എന്താണ് ആ പ്രശ്നം? അപ്പൊ ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇന്ത്യൻ നേവിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യൻ നേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹം വീട്ടിലേക്ക് വന്നാൽ ആദ്യം തന്നെ ഡ്രസ്സ് മാറി വന്ന് ലുങ്കി ഉടുത്ത് വീട്ടിലിരുന്ന് അമ്മനെ വിളിക്കും. ബാങ്കിലെ ബുക്ക് കൊണ്ടുവരാൻ പറയും, ബാങ്ക് ബാലൻസ് പരിശോധിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കും, എന്തിനാ അത്രയും കാശ് പിൻവലിച്ചത്, കഴിഞ്ഞ മാസം തന്നെ എത്ര കാശ് എടുത്തത്, അതെന്ത് ചെയ്തു, എത്ര ചെലവാക്കി, ഒരു തലക്കെന്ന് ഇങ്ങനെ ചോദ്യം ചെയ്യുക. ഇത് കുറച്ചൊക്കെ അമ്മ മറുപടി പറയും. പിന്നെയും പിന്നെ ഒരു 10 റുപ്യന്റെ കഥയും കൂടി ചോദിക്കുമ്പോ അമ്മക്കും ദേഷ്യം വരും. ആ അമ്മ അങ്ങ് തിരിച്ചും പറയും. അമ്മ തിരിച്ചു പറയാൻ തുടങ്ങിയ പിന്നെ ഇയാൾ അതിലേറെ രോക്ഷാകുലനായി. നേവിയിലെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ രണ്ടാളും വഴക്ക്. എന്ത് സംഭവിക്കുമെന്നറിയാതെ വീട്ടിലുള്ള ഞാനും എൻ്റെ അനുജത്തിയും മാത്രമാണ്. ഞാനും എൻ്റെ അനുജത്തിയും എല്ലാം റൂമിലേക്ക് പോയി വാതിലടച്ച് രണ്ടാളും കമഴ്ന്ന് കിടന്ന് കരയും. അമ്മയുടെയും അച്ഛയുടെയും ബഹളം കേൾക്കും. പുറത്തിറങ്ങൂല. പിന്നെ ഞങ്ങളെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, അച്ഛന് എന്നാ പോവാ, അച്ഛൻ എന്നാണ് തിരിച്ചു പോവുക എന്നതിനെപ്പറ്റി മാത്രമേ ഞങ്ങൾ ആലോചിക്കൂ. അച്ഛനുള്ള ദിവസം ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ അച്ഛൻ തിരിച്ചു പോയാൽ പിന്നെ അമ്മയാകെ മൂഡ് ഓഫാണ്. അമ്മയുടെ അടുക്കലേക്ക് എപ്പോഴെങ്കിലും ഒരു അമ്മനെ തൊടാനും ഉമ്മാനെ തൊടാനും താലോലിക്കാനും ഉമ്മാന്റെ കോന്തൽമ തൂങ്ങാനും ഒക്കെ കുട്ടികൾക്കൊരു പൂതി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ എപ്പോഴെങ്കിലും അമ്മയുടെ സാരി പിടിച്ചുകൊണ്ട് അമ്മേന്ന് വിളിച്ച പോയിരുന്ന് പഠിക്കടി, പോയിട്ട് ഒരു പണിയില്ലാതെ വെറുതെ നടക്കുക, അമ്മേന്ന് വിളിച്ചുകൊണ്ട് പോയി പഠിക്കും. അമ്മക്കാകെ പറയാനുള്ള ദിക്റെന്താ? പോയിരുന്ന് പഠിക്കൂ, പോയിരുന്ന് പഠിക്കൂ. അമ്മയൊന്ന് തൊടാനോ അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കാനോ അമ്മയുമായിട്ടൊരു കളിതമാശ പറയാനോ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല. നേരം വെളുത്താ കുളിച്ചൊരുങ്ങി ബാങ്കിലേക്ക്, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് അമ്മ, ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. വൈകുന്നേരം വാടി തളർന്നു വരും. അമ്മയുടെ അടുക്കിലേക്ക് ചെന്നാൽ അപ്പ പറയും, പോയിരുന്ന് വായിക്കടി, വേറെ പണിയൊന്നുമില്ല. അമ്മന്റെ നാവെന്ന് വരുന്ന ആകത. അച്ഛൻ പിന്നെ ഞങ്ങളോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാറില്ല. ഇത് മടുത്തു. ഞങ്ങൾ രണ്ടാളെ ജീവിതവും മടുത്തു. ഇനി എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി. മനഃശാസ്ത്രജ്ഞന് കാര്യം തിരിഞ്ഞു. അങ്ങനെ ഇന്ത്യൻ നേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തെ വിളിച്ചിട്ട് സൈക്കോളജിസ്റ്റായ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം, ആത്മഹത്യയിലേക്ക് ശ്രമിക്കാനുണ്ടായ കാരണം നിങ്ങളുടെ സ്നേഹക്കുറവാണ്. എന്താ ഡോക്ടറെ പറയുന്നത്? എന്റെ സ്നേഹക്കുറവ് ആണ്. കുട്ടി അങ്ങനെ മനസ്സിലാക്കിയത്. സ്നേഹക്കുറവുണ്ടെങ്കിൽ ഞാൻ ഈ ഇന്ത്യൻ നേവിയിലെ ജോലി എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ജോലിയൊന്നുമല്ല. ഈ കഠിനമായ ജോലി ചെയ്യുന്നത് ഈ മക്കളെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ജോലിക്ക് പോകുന്നു? അങ്ങനത്തെ എനിക്ക് മക്കളോട് സ്നേഹമില്ല. ഇത്ര കഠിനമായ ജോലി ചെയ്യുന്നത് മക്കളെ ആലോചിച്ചിട്ടാണ്. പിന്നെ നിങ്ങളെന്നും ബാങ്ക് ബുക്ക്, ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് എപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാക്കും. അതോ ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് പണം വെറുതെ ചെലവാക്കിയത്? എവിടെങ്കിലും 10 റുപ്യ വെറുതെ പോയിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നത് എന്റെ കരളിന്റെ കഷ്ടമായ മക്കൾക്ക് വേണ്ടി. അങ്ങനത്തെ എനിക്ക് മക്കളോട് സ്നേഹമില്ലാണോ? ഇയാൾ ദേഷ്യം പിടിച്ചു. അങ്ങനെ പിന്നെ അമ്മന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോള് ആത്മഹത്യാ ശ്രമം നടത്താണ്ടായ കാരണം എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഒട്ടും ആ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. എന്റെ ഡോക്ടറെ, ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മക്കൾക്കും വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇയാളെടുത്തൊന്നും ഞാൻ ജീവിച്ചു പോവില്ല. എപ്പോ നോക്കിയാലും ഒച്ചപ്പാടും ബഹളും. പിന്നെ ഈ മക്കളെ വിചാരിച്ചിട്ട് ഞാൻ എന്തിനാ ബാങ്കിൽ പോയി പണിയെടുക്കുന്ന, രാവിലെ പോയി വൈകുന്നേരം വരെ ബാങ്കിൽ ഇരിക്കുന്നത്? എന്റെ മക്കൾക്ക് വേണ്ടി. അങ്ങനത്തെ എനിക്ക് സ്നേഹമില്ല. 3 ദിവസം ശ്രദ്ധിച്ചു നോക്കുക. അച്ഛൻ പറഞ്ഞു, എനിക്ക് മക്കളോട് വലിയ സ്നേഹമാണ്. അമ്മയും പറഞ്ഞു, എനിക്കും വലിയ സ്നേഹമാണ്. മക്കള് പറയുന്നു, അച്ഛനും അമ്മക്കും എന്നെ വേണ്ട, ഞങ്ങളോട് താല്പര്യമില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? സ്നേഹക്കുറവല്ല. ആ സ്നേഹം മക്കളുമായി പങ്കുവെക്കാൻ, മക്കളെ ഒരു നല്ല കൂട്ടുകാരായി കാണാൻ, മക്കളെ തോളിൽ കൈവച്ച് സംസാരിക്കാൻ, മക്കൾക്ക് ചുംബനം നൽകാൻ, മക്കളോടുകൂടെ ഭക്ഷണം കഴിച്ച് മക്കളെ പ്രശ്നങ്ങൾ കേൾക്കാൻ, മക്കളുമായി സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ രക്ഷിതാക്കൾക്ക് സമയമില്ലാതെ പോയതുകൊണ്ട് വെറും സമ്പാദ്യമുണ്ടാക്കി
സമ്പാദ്യമുണ്ടാക്കി ഭൗതിക സുഖമുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു നല്ല ജീവിതം, ഒരു നല്ല പെരുമാറ്റ രീതി മക്കൾക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മക്കൾ മാനസികമായി തകർന്ന് തരിപ്പണമായി ആത്മഹത്യയെ പറ്റിപ്പോലും ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മക്കളുടെ മാനസികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല നാട്ടിലുണ്ട്. വാപ്പ കാലാകാലം ഗൾഫിൽ തന്നെ, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം, മക്കളുമായി ബന്ധം കുറഞ്ഞു വരികയാണ്, കുടുംബവുമായി അയാൾക്ക് ബന്ധമില്ല. ഇതിനോട് തുല്യമായ ഒരുപാട് സംഭവങ്ങൾ പറയാൻ കഴിയും. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹം പങ്കുവെക്കണം, ധാരാളമായി സ്നേഹം പങ്കുവെക്കണം. എങ്കിലേ ആ മക്കളിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും മക്കളെ ഇകഴ്ത്തി സംസാരിക്കരുത്. എത്ര മോശപ്പെട്ട കുട്ടിയാണെങ്കിലും, പഠനത്തിലായാലും മറ്റേത് കാര്യത്തിലും കുട്ടി പിറകിലാണെങ്കിലും ഒരിക്കലും ആക്ഷേപിക്കരുത്. നമുക്കൊക്കെ പറ്റുന്നൊരു തകരാറാണത്. എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് നമ്മുടെ ദേഷ്യം മുഴുവനും കുട്ടികളെ പെരടിയിൽ വെച്ച് കെട്ടും. നമ്മുടെ ദേഷ്യം മുഴുവനും തീർക്കാനുള്ളതല്ല നമ്മുടെ മക്കൾ. അത് പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ വളരെ വലിയ ദേഷ്യത്തോടുകൂടെ മക്കളോട് പെരുമാറിയാൽ അതേ സ്വഭാവം തന്നെയാണ് മക്കളും തിരിച്ചു തരിക. അതുകൊണ്ട് ദേഷ്യത്തോടുകൂടെ മക്കളെ ഒരിക്കലും അഭിമുഖീകരിക്കരുത്. ആദ്യം നമ്മളെ സ്വയം നിയന്ത്രിച്ചിട്ട് മാത്രമേ മക്കളെ ഉപദേശിക്കാൻ വേണ്ടി തയ്യാറാകാവൂ. നമ്മളെ സ്വയം നിയന്ത്രിക്കണം. സ്വയം നിയന്ത്രിക്കാതെ മറ്റൊരാളെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അപകടമുണ്ടാക്കും. നോക്കൂ, നിങ്ങൾ മിക്ക രക്ഷിതാക്കൾക്കുമുള്ള സ്വഭാവം എന്താണ്? മക്കൾക്കൊന്ന് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയാൽ, ഏതോ 1-2 വിഷയത്തിൽ മാർക്കൊന്ന് കുറഞ്ഞു പോയാൽ ആ കുറവ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ മക്കളെ ആക്ഷേപിക്കും. 4 വിഷയത്തിൽ A+ കിട്ടും, 4 വിഷയത്തിൽ, ബാക്കി 2-3-4 വിഷയത്തിൽ BO CO ഒക്കെയാണ് കിട്ടിയത്. നമ്മളെന്താ പറയാ, ഇതെങ്ങനെയാടാ B ആയി പോയത്, ഇതെങ്ങനെയാ C ആയി പോയത്? ആ പോരായ്മയെ മാത്രം പൊക്കിക്കാണിച്ച് അവനെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. അതിന് പകരം തിരിച്ചാ ചെയ്യേണ്ടത്. 4 A+ ഉണ്ട്, അൽഹംദുലില്ലാ, ആ 4 വിജയിച്ചു, അൽഹംദുലില്ലാ. അതിനാദ്യം അവനെ മുസാഫയത്തിയാണ്, നന്നായിട്ടുണ്ട്. പിന്നെ അത് സാരമില്ല, B+ ആയാലും അടുത്ത പരീക്ഷയിൽ നമുക്ക് നോക്കാം. കുട്ടിക്ക് ആത്മവിശ്വാസം. നേരെ മറിച്ച് നിന്നൊക്കെ എന്തിനാടാ കൊള്ള മണ്ടൻ, നിന്നൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും. എത്ര പൈസ നമ്മൾ ചെലവാക്കണം. അപ്പുറത്തെ കുട്ടിയെ കണ്ടോ, ഓന് 7 വിഷയത്തിലും A+ ആണ്, അല്ലെങ്കിൽ 8 വിഷയത്തിലും അങ്ങനെയാണ്. താരതമ്യം ചെയ്യാം. മറ്റൊരാളുമായി താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ ചെറുതാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ആ ശ്രമിക്കലും നമ്മുടെ മക്കളെ മനസ്സിൽ, നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അപകർഷതാബോധമുണ്ടാകും. കുട്ടികൾ പിറകോട്ടടിക്കാൻ അത് കാരണമാകും. അതുകൊണ്ടൊരു കാരണവശാലും മക്കളെ ഒരിക്കലും ചീത്തപ്പേര് കൊണ്ട് അഭിമുഖീകരിക്കരുത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ ഈമാൻ കിട്ടിയതിന്റെ ശേഷം, മുസ്ലിമായതിന്റെ ശേഷം ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി ചീത്തപ്പേര് വിളിക്കലാകുന്നു. ചീത്തപ്പേര്, ഒരു മനുഷ്യൻ ഇഷ്ടമില്ലാത്ത പേര് കൊണ്ട് അയാൾ അഭിമുഖീകരിക്കുക. മക്കളെ നിസാര കാര്യത്തിന് പൊട്ടൻ, മന്ദബുദ്ധി, ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന സ്വരം, അത് മക്കളെയായാലും മറ്റുള്ളവരെയായാലും ഒരാളോടും അങ്ങനെ പ്രവർത്തിക്കരുത്, അങ്ങനെ പറയരുത്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. അതുപോലെ പരിഹാസം നമ്മുടെ ഇടയിലൊക്കെ ധാരാളം കാണുന്നൊരു കേസാണ്. പരിഹസിക്കുന്ന ആളുകൾ. ഇന്ന് കണ്ടില്ലേ, ഒരാൾ വെറുതെ നടന്നു പോവാണെങ്കിൽ അയാളെ പരിഹസിക്കും. ഈ പരിഹാസം എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഒരു കാരണവശാലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത. ഞാൻ നിങ്ങളെ പരിഹസിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെക്കാൾ മെച്ചം ഞാനാന്നല്ലേ. അതിന്റെ പേരാണല്ലോ കിബിറ്. നിങ്ങളെക്കാൾ മെച്ചം ഞാനാണെന്ന് വിചാരിക്കലാണല്ലോ കിബിറ്. കിബിറ് അണുമണി തൂക്കമുള്ളവൻ സ്വർഗത്തിലുണ്ടാവില്ലെന്ന് അള്ളാന്റെ റസൂലിന്റെ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പരിഹാസം എന്ന് പറയുന്നത് വൻദോഷങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും തകർന്നു പോവാൻ കാരണമാകുന്ന ദോഷമാണ് ഈ പരിഹാസം. എവിടുന്ന് വന്നു? നമുക്ക് നല്ലൊരു ശതമാനം മാതാപിതാക്കൾ നിൽക്കുന്നത്. കാരണം നിസാര കാര്യങ്ങൾക്ക് നമ്മൾ മക്കളെ കളിയാക്കും, മക്കളെ പരിഹസിക്കും. മക്കളടുത്ത് എന്തെങ്കിലും ഒരു വിവരക്കേട് കണ്ടാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പരിഹസിക്കും.
ആ പരിഹാസം നമ്മുടെ കുട്ടികളുടെ കൊച്ചു മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാകും. നമ്മുടെ പിഞ്ചോമന മക്കളുടെ മനസ്സിനെ എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ ഒരിക്കലും കളിയാക്കരുത്. എന്ത് ചെയ്താലും ശരി മക്കളെ പരിഹസിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. പരിഹാസം എന്ന് പറയുന്നത് ഖുർആൻ ഹറാമാക്കിയത് എല്ലാവർക്കുമാണ്. നമ്മളെ മക്കളാണെങ്കിലും അവരെ പരിഹസിക്കാനുള്ള അധികാരം നമുക്കില്ല. പരിഹാസം ഒരു മനുഷ്യനെ വല്ലാതെ ആത്മീയമായി മാനസികമായി തകർക്കുന്ന ഒരു വമ്പിച്ച പാപമാണ്. അതുകൊണ്ട് ഒരാളെയും പരിഹസിക്കാതിരിക്കണം. പരിഹസിക്കുന്നവർക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ യകൂനൂ ഖൈറൻ മിൻഹും. ഒരു ജനത മറ്റൊരു ജനതയെ കളിയാക്കരുത്. നിങ്ങൾ കളിയാക്കുന്ന ആളുകൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാവാം. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. നമുക്കാർക്കും അതിന് അധികാരമില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സിറാത്തുൽ മുസ്തഖീം നമ്മൾ കടന്നിട്ടില്ല. കടക്കുമെന്ന ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് വേറൊരാളെ കൊച്ചാക്കാനോ വേറൊരാളെ കളിയാക്കാനോ നമുക്ക് യാതൊരു അധികാരവുമില്ല. അതിന് നമ്മൾ ആളായിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മക്കളെ കളിയാക്കാതിരിക്കുക. മക്കളുടെ മനസ്സിന് അത് വല്ലാതെ വേദനിപ്പിക്കും. അതൊരുപാട് കാലം മക്കളുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും. ആ സ്വഭാവം അവർ ജീവിതത്തിൽ മറ്റ് രംഗങ്ങളിലും പ്രകടിപ്പിക്കും. അതുകൊണ്ട് പരിഹസിക്കരുത്. അതോടൊപ്പം തന്നെ മക്കളോട് നീതി കാണിക്കണം. ഒന്നിലധികം മക്കളുള്ള ആളുകൾ എപ്പോഴും മക്കളോട് നീതി കാണിച്ചു കൊണ്ടിരിക്കണം. ഒരു കുട്ടിക്ക് പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കുന്നത് മറ്റുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കും. മക്കൾക്ക് പ്രത്യേകിച്ചും ഒരു ബാപ്പാന്റെ മക്കളോട് മുഴുവനും ഒരേ സ്നേഹം. നിങ്ങളെ നോക്കൂ, നിങ്ങൾ ഒരേ പദവിയിലുള്ള നിങ്ങൾ രണ്ടാൾ, ആ രണ്ടിലൊരാൾക്ക് നിങ്ങളെ മേലുദ്യോഗസ്ഥൻ ഒരാൾക്ക് മാത്രം ഒരു സമ്മാനം തന്നാൽ മറ്റവന്റെ മനസ്സെന്താ? അല്ലേ? ഇത്ര വലിയ നമുക്ക് തന്നെ നമ്മളെ അവഗണിച്ച് വേറൊരാളെ പരിഗണിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. പിന്നെ ഒരു ബാപ്പാന്റെ മക്കൾ, ഒരു പിതാവിന്റെ ഒന്നിലധികം മക്കൾ ഉണ്ടാകുമ്പോൾ ആ മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ സാമ്പത്തികമായോ സ്നേഹത്തിലോ ഏറ്റ വ്യത്യാസം പ്രകടമാക്കരുത്. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല പറയാണ്, നുഅ്മാൻ എന്ന് പറയുന്ന കുട്ടി ചെറിയ കുട്ടിയാകുമ്പോ ആ നുഅ്മാന്റെ കൈ പിടിച്ചുകൊണ്ട് തന്റെ പിതാവ് ബഷീർ റസൂലുള്ളാഹിന്റെ തിരുസന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നി ഉശ്ഹിദുക, തങ്ങളെ സാക്ഷി നിർത്താൻ വേണ്ടി വന്നതാണ് നബിയെ. ഇന്നി ഖദ് നഹൽതു നുഅ്മാന കദാ വകദാ. എന്റെ ഈ സ്നേഹനിധിയായ നുഅ്മാൻ, എന്റെ നുഅ്മാൻ എന്ന് പറയുന്ന മകന് ഇന്നതും ഇന്നതുമായ സമ്പത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് നബിയെ തങ്ങൾ സാക്ഷിയാണ്. നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നിട്ട് വാപ്പ പറയാണ്, എന്റെ കുട്ടിക്കാണ് ആ സ്വത്ത്, അതും എന്റെ മോനാണ്, ഇതും എന്റെ മോനാണ്, തങ്ങൾ അതിന് സാക്ഷിയാണ് എന്ന്. തങ്ങളെ സാക്ഷി നമ്മൾ പറയില്ല, എന്റെ മകന്റെ പേരിൽ അത് എഴുതി വെച്ചത്, മകന്റെ പേരിൽ ഇന്ന തോട്ട എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ സാക്ഷിയാണ്. നബിനോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ തിരിച്ചൊരു ചോദ്യം, അകുല്ല വലദക നഹൽതാ. നുഅ്മാന് മാത്രല്ല മറ്റു മക്കളുമില്ല നിങ്ങൾക്കുണ്ട്, അവർക്കൊക്കെ ഇതുപോലെ കൊടുക്കണോന്ന് വെച്ചു. നിങ്ങളെ മറ്റു മക്കൾക്കും നിങ്ങൾ ഇതുപോലെ ഭൂമി കൊടുത്തിട്ടുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല, ഇത് നുഅ്മാൻ ഇഷ്ടപ്പെട്ട മോനാണ്, ഓന്റെ പേരിക്കാക്കുക. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഫഅശ്ഹിദു ഗൈരി, നാ സാക്ഷി നിർത്താൻ നീ വേറെ ആളെ നോക്കിക്കോ, എന്നാ സാക്ഷി നിർത്തണ്ട. നിന്റെ മറ്റു മക്കൾക്ക് നീ ഇതുപോലെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ സാക്ഷി നിർത്തണ്ട, സാക്ഷി നിർത്താൻ നീ വേറെ ആളെ നോക്കിക്കോ. നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അലൈസ യസുറുക യകൂനു ഫിൽ ബിർരി സവാ. നിന്റെ മക്കളൊക്കെ ഗുണത്തിൽ സമന്മാരാവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലയോ? എന്തിനാണ് മറ്റു മക്കളെക്കാൾ ഒരു മകന് പ്രത്യേകമായി സമ്പത്ത് നൽകുന്നത്? മറ്റു മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് ജീവിതകാലത്ത് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഏറ്റ വ്യത്യാസം ചെയ്യരുത്. ജീവിതകാലത്ത് നമ്മൾ സ്വത്ത് ഓഹരി വെച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ കൊടുക്കണ്ടേ? ആണിൽ പൗതി പെണ്ണിനല്ല. ഞാൻ ജീവിച്ചിരിക്കും എന്റെ മക്കൾക്ക് സ്വത്ത് കൊടുക്കുമ്പോ ആൺകുട്ടിക്ക് കൊടുക്കുന്ന അതേ അളവ് തന്നെ പെൺകുട്ടിക്കും കൊടുക്കും. ആണിൽ പകുതി പെണ്ണിന് തന്നെ എപ്പോഴും എന്റെ മരണശേഷം. ഞാൻ മൗത്തായി കഴിഞ്ഞാൽ എന്റെ സ്വത്തിൽ ആൺകുട്ടിക്ക് കിട്ടുന്നതിന്റെ പകുതിയാ പെൺകുട്ടിക്ക്. എന്ന് വിശുദ്ധ ഖുർആൻ. ആണിന്റെ പകുതിയാണ് പെണ്ണിന്, അത് മരണശേഷം.
എന്റെ ജീവിതകാലത്ത് ഞാൻ എന്റെ മക്കൾക്ക് സ്വത്ത് കൊടുക്കുമ്പോൾ എല്ലാ മക്കൾക്കും ഒരേ അളവിൽ കൊടുക്കണം, ഒരുപോലെ കൊടുക്കണമെന്ന് ശറഇന്റെ നിയമമാണ്. അതുകൊണ്ട് മക്കൾക്കിടയിൽ ഏറ്റ വ്യത്യാസം നടത്തി മക്കളുടെ മനസ്സ് നോവിക്കരുത്, അനീതി കാണിക്കരുത്. മക്കൾ ഉണ്ടാകുമ്പോ മക്കളോട് നീതി കാണിക്കാൻ ഒരു രക്ഷിതാവ് ശ്രമിക്കണം. അതാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ മാതാപിതാക്കളെ ജീവിതമാണ് മക്കളേറെ പകർത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കളെ പോലെ തന്നെ വളരെ പ്രധാനമാണ് ഉസ്താദുമാരുടെ ജീവിതത്തിലും അധ്യാപകന്മാരുടെ ജീവിതവും കുട്ടികളെ മാതൃകയാക്കും, കുട്ടികൾ പകർത്തിയെടുക്കും. അതുകൊണ്ട് അധ്യാപകന്മാരും ദീനീ ചിട്ടയുള്ളവരും മക്കൾക്ക് മാതൃകയുള്ളവരും അതിന് പറ്റുന്ന യോഗ്യന്മാരായ ആളുകളെ മാത്രം നമ്മുടെ മക്കളെ ഉസ്താദുമാരായി നിയമിക്കണം. അല്ലെങ്കിൽ അവരെ ദുസ്വഭാവങ്ങൾ നമ്മുടെ മക്കളിലേക്ക് വരും. ദീനിനെ പറ്റിയുള്ള മതിപ്പ് തന്നെ നഷ്ടപ്പെടും. ഒരു ദീൻ പഠിപ്പിക്കുന്ന ഒരാള് ദീനീ ചിട്ടയില്ലാത്തവനാണെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, അതിങ്ങനെ കേൾക്കാനും പഠിക്കാനും ഉള്ളതാണ്, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണെന്നോ ഒരു വലിയ മഹത്തായ ആശയമാണെന്നോ ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ പോകും അല്ലേ? അതുകൊണ്ട് ഉസ്താദുമാര് മാതാപിതാക്കളെ പോലെ തന്നെ അധ്യാപകന്മാർ ഉസ്താദുമാര് കുട്ടികളുടെ ഭാവിയെ നല്ല പോലെ സ്വാധീനിക്കുന്ന ആളുകളാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റ രീതിയും മക്കളെ സ്വാധീനിക്കും. ഒരു ഉദാഹരണം, ഒരു ഉസ്താദ് ഭയങ്കര സിഗരറ്റ് വലിയ എപ്പോഴും സിഗരറ്റ് വലിക്കുന്ന ഒരാള് കൊരന്യ എത്ര വലിച്ചിട്ടും കൊര മാറുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള വലിയും കൊരി. ചുണ്ടു കൂടിയോ ബീഡി അവിടെ വെക്കും. ചുണ്ടു കൂടിയെങ്കിലല്ലേ ബീഡി അവിടെ നിൽക്കുള്ളൂ. കൊരക്കന്നെ. അപ്പൊ ക്ലാസ്സിലെ ഒരു കുട്ടി ചോദിച്ചു, ഒരായത്ത് ശരിക്കും മൂപ്പർക്ക് ഓതാൻ പറ്റുന്നില്ല. ഒരായത്ത് മുഴുവനായും ഓതിക്കൊടുക്കണമെങ്കിൽ ശ്വാസം കിട്ടേണ്ടത് കുരച്ചിട്ട് കുട്ടികൾക്ക് ഖുർആൻ ഓതി കൊടുക്കാൻ പറ്റുന്നില്ല. ഒരായത്ത് ഓതും 4 കൊര, പിന്നൊരായത്തോതും, പിന്നെ 5-6 കൊര, പിന്നൊന്ന് ഓതും. ഇങ്ങനെ കുരച്ച് ഖുർആൻ ഓതുന്നത് കണ്ടപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, അല്ല ഉസ്താദേ ഇങ്ങനെ അടങ്ങാറായി സാധനം വലിക്കണം, നിങ്ങൾക്ക് അതാണ്ട് ഒഴിവാക്കിക്കൂടെ? ന്യായമായൊരു ചോദ്യമാണല്ലോ കുട്ടി ചോദിച്ചത്. ഒരായത്ത് പോലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഓതാൻ പറ്റുന്നില്ല, ഈ മൂക്ക് കൂടെ പുക വിടുന്നോണ്ട്, അതോട് നിങ്ങൾക്ക് അതൊന്നാണ്ട് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ ശീലായിപ്പോയി, ഇനിയിപ്പോ അത് നിവർത്തിയില്ല, അത് വലിക്കാൻ ഞാൻ ഉറക്ക് വരുന്നില്ല, ആചാരപ്പട്ടിക വരക്കാനും എഴുതാനൊന്നും കഴിയുന്നില്ല, ഇത് പുക ഇങ്ങനെ മൂക്ക് കൂടെ വന്നെങ്കിലേ കണക്കൂട്ടൽ ശരിയാവുള്ളൂ, ശതമാനം കൂട്ടൽ ശരിയാവുള്ളൂ, ആചാരപ്പട്ടിക വരക്കാൻ ഒന്നും നടക്കുന്നില്ല. ശീലായിപ്പോയി, ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ പയ്യൻ സാധാരണ മദ്രസയിൽ വരാൻ ലേശം വൈകുന്ന ആളാണ്. 7 മണിക്ക് വെല്ലടിക്കും. ഇവന് 7:30 7:45 എന്നേ വരും. അപ്പൊ നേരത്തെ വെല്ലടി 7 മണിക്ക് ക്ലാസ് തുടങ്ങും. 7 മണിക്ക് ക്ലാസ് തുടങ്ങുമെങ്കിലും ഈ ചോദിച്ച പയ്യൻ അരമണിക്കൂർ കഴിയാതെ വരില്ല, അല്ലെങ്കിൽ 3/4 മണിക്കൂർ, 7:45. ഒരു ദിവസം ഉസ്താദിനോട് ദേഷ്യം പിടിച്ച് മൂപ്പര് ബടി എടുത്തിട്ട് പറയടാ, എന്ന് വെല്ലടിച്ചാലും ഏറെ സമയത്തല്ല നീ വരില്ല, 7 മണിക്ക് വെല്ലടിച്ച് ഫാത്തിയ തുടങ്ങും. ഒരൊറ്റ ദിവസം ഫാത്തിയക്ക് നീ ഉണ്ടാവാറുണ്ട്, എന്നും ക്ലാസ് തുടങ്ങി ഖുർആൻ കഴിഞ്ഞിട്ടാ കയറി വരുള്ളൂ എന്ന് പറഞ്ഞ് ബടി എടുത്ത് അടിക്കാൻ കിടന്നു. എനിക്ക് 7 മണിക്ക് തന്നെ വരാൻ ആഗ്രഹമുണ്ട്, പിന്നെന്താ വരാത്തത്? ശീലായിപ്പോയി, എന്താ ചെയ്യട്? എന്താ ഉസ്താദ് പറയാ? ഈ ഉസ്താദ് എന്താ അവനോട് പറയാ? ഇന്നലെ മൂപ്പര് പഠിപ്പിച്ചു കൊടുത്താലേ പുകവലി മോശ, കുരച്ചിട്ട് വെയ്യ, ശീലായിപ്പോയി, ഒഴിവാക്കാൻ പറ്റില്ല. അവനും പറഞ്ഞു 7 മണിക്ക് വരാൻ പോയില്ലാഞ്ഞിട്ടില്ല, എന്താ ചെയ്യാ? ശീലായിപ്പോയി, 7:45. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതം കുട്ടികൾ പകർത്തുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആശയങ്ങൾ കുട്ടികളിൽ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ഉസ്താദും വളരെ പ്രധാനപ്പെട്ട മാതൃകയാണ്. ഉസ്താദിന്റെ കൂടെ തന്നെ പറയേണ്ട വേറൊരു ഉസ്താദ്, ടെലിവിഷൻ. അതും കുട്ടികളെ ഇന്നത്തെ കാലത്ത് കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ്. ടെലിവിഷൻ സംസ്കാരമാണ് നല്ലൊരു ശതമാനം കുട്ടികൾ. മക്കളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു നോക്കൂ, സൂപ്പർ സ്റ്റാർ സ്റ്റൈലിലല്ലേ കുട്ടികളോട് സംസാരിക്കുക, ഞെട്ടിപ്പോവും. ഏതെങ്കിലും സിനിമയിലെ നായകൻ പറയുന്നത് പോലെ ആയിരിക്കും നമ്മളെ മക്കൾ പറയാം. അത് കാണാതെ പഠിച്ചു വെച്ചിട്ടാണ് ഈ ഭാരത്ത്. അതുകൊണ്ട് സിനിമയും വലിയ സ്വാധീനം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. TV സംസ്കാരം നല്ലൊരു ശതമാനം കുട്ടികളുടെ നടത്തവും ഇരുത്തവും ശൈലിയും പെരുമാറ്റവും ഒക്കെ സിനിമ നടന്മാരെ അനുകരിച്ചുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മനഃശാസ്ത്ര വിദഗ്ധന്റെ ഒരു കഥയും കൂടെ പറയുന്നുണ്ട്. വിദഗ്ധനായ മനഃശാസ്ത്രജ്ഞൻ സെബാസ്റ്റ്യൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നുണ്ട്. നമ്മുടെ ദിക്ർ ദുആ മജ്ലിസ് അല്പസമയം കഴിഞ്ഞാൽ ആരംഭിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദിക്ർ ദുആ മജ്ലിസ് ആരംഭിക്കാനായി. അതുകൊണ്ട് ഞാൻ ചുരുക്കാൻ പറഞ്ഞ വിഷയം പൂർത്തിയാക്കട്ടെ. മനഃശാസ്ത്ര വിദഗ്ധനായ സെബാസ്റ്റ്യൻ സർ ഒരിക്കൽ പറഞ്ഞൊരു കഥ. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പഴയ കാലത്ത് തൻ്റെ ഒരു സുഹൃത്ത് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ നിർബന്ധിച്ച് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഭാര്യ സ്കൂൾ ടീച്ചറാണ്. അങ്ങനെ അന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വീട്ടിലെത്തി ഈ മനഃശാസ്ത്ര വിദഗ്ധൻ തന്റെ സുഹൃത്തിന് ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെന്റെ കൂടെ പഠിച്ച ആളാണ്, എന്റെ സ്നേഹിതനാണ്, വലിയ മനഃശാസ്ത്ര വിദഗ്ധനാണ്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അവരുടെ 5 വയസ്സുള്ളൊരു കുട്ടി ഉമ്മയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ കളി തുടങ്ങി. ഇവരുടെ സംഭാഷണങ്ങൾക്കൊക്കെ ഒരു തടസ്സമുണ്ടാക്കുന്ന വിധം കുട്ടിക്ക് വേറെ കളി. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ നീ ദൂരെ പോയി കളിക്ക്, ഇവിടെ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം, നീ ദൂരെ പോയി കളിക്കുന്നു. അപ്പൊ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഒരു അതിഥിയുടെ മുമ്പിൽ വെച്ച്, ചെറിയ കുട്ടിയാണെങ്കിലും നീ പുറത്തുപോയി കളിക്കടാന്ന് പറഞ്ഞ കുട്ടിക്ക് പറ്റിയില്ല. കുട്ടി വളരെ ദേഷ്യത്തോടു കൂടെ അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽക്കലട പോയി നിന്നിട്ട് പതുക്കെ പറഞ്ഞു, പട്ടി. ഒരു ശൈലി അയാൾ പറയാ. ഇത് കേട്ടപ്പോ അധ്യാപികയായ അമ്മ ഒന്ന് ഞെട്ടി. അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ഉദ്യോഗസ്ഥരും ഞെട്ടി. മകനാണാ പറയുന്നത്. അമ്മ പറഞ്ഞ പോയി പുറത്തുപോയി കളിക്കടാന്ന് പറഞ്ഞതിനാണ് ആ പദം പ്രയോഗിച്ചത്. അത് 3 ആളും കേട്ടു. 3 ആളും കേട്ടപ്പോ അമ്മക്കത് വലിയ ക്ഷീണായി. ഒരു സ്കൂൾ അധ്യാപികയല്ലേ. പറഞ്ഞു, മോനെ ഇനി പറഞ്ഞാൽ തല്ല് കിട്ടുന്ന. ഒന്നും കൂടി പറഞ്ഞു, പട്ടി. പതുക്കെ പിന്നെ പറഞ്ഞു, ഇനി പറഞ്ഞാൽ തല്ല് കിട്ടുന്ന. പിന്നെ പറഞ്ഞു. അതും കൂടി കേട്ടപ്പോ അമ്മ വീണ്ടും നാണം കിട്ടും ഈ അതിഥിയുടെ മുമ്പിൽ. 3ാമതായി പറയും, മോനെ ഞാൻ വടിയെടുക്കണോന്ന്. കുട്ടി ഒറ്റ എഴുന്നേൽക്കൊരു പട്ടി 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 പട്ടി. ഇത് ഓടിയപ്പോ ഈ മനഃശാസ്ത്ര വിദഗ്ധന്റെ മുമ്പിൽ ഈ രക്ഷിതാക്കൾ കടന്നുപോയിരുന്നു. അവര് പറയാൻ ബുദ്ധിമുട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാരമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ കണ്ടിരുന്നു, അതിൽ മമ്മൂട്ടി ഇടക്കിടക്ക് ഈ പദം പ്രയോഗിക്കുന്നുണ്ട്, അനങ്ങിയാൽ. അത് കേട്ടതിന്റെ ശേഷം പിന്നെ ഈ പയ്യൻ ഇതെന്നെ പറയുന്നത്. നോക്കിങ്ങള്, സിനിമ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം. ഈ തെറി പറച്ചിലെവിടുന്നാ പഠിച്ചത്? അസഭ്യം പറയലെവിടുന്നാണ്? അപ്പൊ രക്ഷിതാക്കളെ പോലെ ഉസ്താദുമാരെ പോലെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു വലിയ സ്വാധീനിക്കുന്ന വസ്തുവാണ് സിനിമകൾ. ആ സിനിമയുടെ സംസ്കാരവും സിനിമയിലെ ഭാഷാശൈലിയും ആ സിനിമയിലെ പ്രേമരംഗങ്ങളും എല്ലാ വൃത്തികേടുകളും നമ്മളെ കുട്ടികളെ ജീവിതത്തെ ഇളക്കിമറിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നന്നായി തീരണമെന്ന് ദുആ ചെയ്തത് കൊണ്ട് മാത്രമായില്ല, കുട്ടികളുടെ പരിസരം നന്നാവണം. കുട്ടികൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും നല്ലത് കാണാനും കേൾക്കാനും ചിന്തിക്കാനുമുള്ള അവസ്ഥ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ നന്നായി തീരും. അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലെങ്കിൽ നാളെ പരലോകത്ത് റബ്ബനാ അരിനല്ലദൈനി അവല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.